1996 മേരി ആവാസുനോ. And the prize goes to Pradeep Somasundaram from Trichur. पूछो ना कैसे मैंने रैन बिताई. എൻ്റെ പാട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പറഞ്ഞു, നീ സിനിമയിൽ എന്തായാലും പാടണം, അതുപോലെ തവണ രവീന്ദ്രനെ ഞാൻ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് മനസ്സിലിങ്ങനെ എൻ്റെ മനസ്സിൽ ഇട്ടുപൊട്ടി രവീന്ദ്രനെ പരിചയപ്പെടും. കാരണം നമ്മുടെ ഉള്ളിലൊരു വലിയ രവീന്ദ്രൻ എന്നൊക്കെ പറഞ്ഞാൽ എത്തിപ്പെടാൻ പറ്റാത്ത ഒരാളല്ലേ. സമയം മനോഹരം ഹൃദയം. മാഷങ്ങ് പുറത്തു വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാനിവിടെ ഒരു അനൗൺസ്മെന്റ് നടത്താണ്. ഈ പാട്ട് നിങ്ങളുടെ രണ്ടുപേരും ശബ്ദത്തിലാണ് വരാൻ പോകുന്നത്. യേശുദാസും ചിത്രയും പാടുന്നില്ല. മധുപാത്രമേന്തി നീലോൽപലങ്ങൾ വരവേൽക്കയായി. എം ജി രാധാകൃഷ്ണൻ ചോദിച്ചു, ക്ലാസിക്കലൊക്കെ അറിയോ? കുറച്ചറിയാം, പാടാൻ പറ്റുമോ? ഞാൻ നോക്കാം, ശ്രമിച്ചു നോക്കാം. പാട്ട് എന്തായാലും പഠിക്കും എന്നുകൊണ്ട് 2 പാട്ടുകളും പഠിപ്പിച്ചു തന്നു. ഒന്ന് പഴന്തമിഴ് പാട്ടും പിന്നെ ഒരു മുறை വന്ന് പാർത്തായ. സരസസുന്ദരി മണി നീയലസമായി ഉറങ്ങിയോ. ഷിപ്പ് ഫോർ ദ വേൾഡ് യൂത്ത് എന്നാണ് അതിന്റെ പേര്. അപ്പൊ അതെന്താ വെച്ചാൽ ഒരു ഷിപ്പില് നമ്മൾ ജപ്പാനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദി വേൾഡ് ട്രാവൽ ചെയ്യും. ആദ്യം നമ്മൾ സിംഗപ്പൂർ പോകും, അവിടെ ഡിസംബർക്ക് ചെയ്യും, അവിടുത്തെ യൂത്തുമായിട്ടുള്ള എക്സ്ചേഞ്ച് പ്രോഗ്രാം, കൾച്ചറൽ പ്രോഗ്രാംസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് ഗ്രീസിലേക്കാണ്. അത് ത്രൂ സുവസ് കനാൽ. നെഞ്ചിലെ മോഹമാ ജലശയ്യയിൽ നിൻ സ്വരക്കൂടു കൂട്ടുന്നു ഞാൻ ദേവി കളിപ്പാട്ടമാ. അതുകൊണ്ടാണ് നമ്മളിവിടെ പണ്ട് കാലത്തൊക്കെ വരുന്ന കേബിളുകൾ പലരും നമ്മൾ ഹലോ ഹലോ ഒന്ന് കേൾക്കില്ല, ഹലോ ഹലോ. മഴക്കാലത്ത് വെള്ളത്തിന്റെ ബാക്കിയാണ്. അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറണോണ്ടാണ്. നല്ല കേബിളായിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ല. നീ തന്ന താരാട്ടു പാട്ടുമായി വന്നു ഞാൻ നിന്നെ പാടിയുറക്കാം. ഫസ്റ്റ് ആദ്യമായിട്ട് ഈ പാട്ട് പാടിയത് ആരോ വെച്ചാൽ ഞാനാ പാടിയത്. അപ്പൊ നമുക്ക് അഭിമാനിക്കാനല്ലോ. ദാസേട്ടൻ പാടുന്നതിന് മുമ്പേ പാട്ട് പാടി. അത് കഴിഞ്ഞ് പ്രൊഡ്യൂസർ, അന്ന് എനിക്ക് പേരൊന്നുമില്ലല്ലോ, നമുക്ക് നമ്മൾ പാടിയ കാസറ്റ് ചിലവാകുന്നില്ലല്ലോ. SPB ഇത് കേട്ടിട്ട് പറഞ്ഞു, SPB ആണല്ലോ ഇത് പാടിയത്. SPB പാടിയത് ഇത് ആരെ പാടിയത്? ഇപ്പൊ ഇന്നാള് എന്തിനത് മാറ്റണ, ആള് നന്നായി പാടിയിട്ടുണ്ടല്ലോ എന്ന് മാഷ് എന്നോട് പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. മുറിവേറ്റ പൈങ്കിളിക്കൊരു സ്വരരാഗ കൽപ്പകത്തിൻ തളിർ കൊണ്ടുവാ. ഇങ്ങനെ സങ്കടമാവുന്നുണ്ടായിരുന്നോ? സങ്കടമാവേണ്ടിയിരിക്കും. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അതിനുവേണ്ടി ഇങ്ങനെയൊക്കെ തന്നെ. അപ്പൊ ഞാൻ അതിനു വേണ്ടി ഇങ്ങനെ നിൽക്കണം. എൻ്റെ ജീവിതത്തിൽ വലിയൊരു വേറൊരു ചേഞ്ച്, ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായി. 1996 മേരി ആവാസുനോ. പ്രദീപ് സോമസുന്ദരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയാ ഓർക്കുന്നത്. ആ ഒരു ഇന്ത്യയിലെ ആദ്യത്തെ റിയാലിറ്റി ഷോ, ദൂരദർശന്റെ അതിഗംഭീരമായിട്ടുള്ള അതിലെ അവതരണം പോലും നമുക്ക് ഭയങ്കര ഓർമ്മയിൽ നിൽക്കും. ഭയങ്കര കാവ്യാത്മകമായിട്ടാ അത് അന്നു കപൂർ അവതരിപ്പിച്ചിരുന്ന ഒരു രീതിയൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു സംഗതിയാ. प्लेबैक सिंगर का मतलब है कि जो अपनी आवाज किसी और को दे, और स्वर्गीय कुंदन लाल सहगल ने आज तक कोई भी गाना किसी और के लिए नहीं गाया है. എങ്ങനെയാണ് അതിലേക്ക് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും വീണ്ടും ചോദിക്കുക, ആ ഒരു പ്രോഗ്രാമിലേക്ക് വന്നൊരു സാഹചര്യം എന്തായിരുന്നു? അത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും അറിയില്ല അതെങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളത്. കാരണം വളരെ നമ്മൾ ബാക്കിലേക്ക് നോക്കുന്ന സമയത്ത് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. जिसमें सबसे पहला पुरस्कार है prestigious लता मंगेशकर ट्रॉफी, and the prize goes to प्रदीप सोमसुंदरम फ्रॉम त्रिचूर. और दीदी से अनुरोध है कि कृपया ट्रॉफी प्रदान करें. സിനിമയിൽ പാടണം എന്ന് വിചാരിച്ചിട്ട് മദ്രാസിൽ പോയതാണ്. അത് ഇതിന് മുമ്പാണ് കേട്ടോ, 1996 മുമ്പാണ്. 1991 എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട്, എൻ്റെ PG കഴിഞ്ഞിട്ട് ഞാൻ കോയമ്പത്തൂർ വന്ന് പെട്ടു. കോയമ്പത്തൂർ എൻ്റെ ബ്രദറും സിസ്റ്ററും പഠിക്കുകയായിരുന്നു അവിടെ, എൻജിനീയറിങ്.
അപ്പോൾ ഞാൻ അവിടെ തന്നെ ഒരു ജോലി അന്വേഷിച്ച് നടന്ന അങ്ങനെ ഒരു SNR സൺസ് കോളേജ് എന്ന് പറഞ്ഞ പീലിമേട് എന്ന് പറഞ്ഞ സ്ഥലത്ത് മറ്റേ കോയമ്പത്തൂർ ജോലി കിട്ടി, ലെക്ചറായിട്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ലെക്ചറായിട്ട് തുടങ്ങിയത്. എന്താ സബ്ജക്ട്? ഇലക്ട്രോണിക്സ്. ഞാൻ പഠിച്ച MSc ടെക് ഇലക്ട്രോണിക്സ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ സിനിമയിൽ പാട്ട് പാടണം, അല്ലെങ്കിൽ അതൊരു സ്വപ്നമായിട്ട് ഇങ്ങനെ. കാരണം ഞാൻ കുട്ടിക്കാലം മറ്റേ ആ കോളേജ് ജീവിതത്തിലൊക്കെ ഒരുപാട് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും, അപ്പോൾ പാട്ട് എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. ഇപ്പോൾ കോയമ്പത്തൂരിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോഴും കുറേ ഗാനമേളകളിൽ അവിടെ പാടിയിരുന്നു. അവിടെ വാണി ഓർക്കസ്ട്ര എന്നൊക്കെ പറഞ്ഞിട്ട്, എലൈറ്റ് ഓർക്കസ്ട്ര, പിന്നെ മല്ലിശ്ശേരി, അതിലൊക്കെ അവിടെ ഇവിടെ. അതെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ ആഗ്രഹം സിനിമയിൽ പാടണം എന്നുള്ള ആഗ്രഹം വന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു ഇതിരിക്കാൻ പോണേ കേട്ടോ, എങ്ങനെയാണ് ഇവിടെ വന്ന് പെട്ടത്. അപ്പോൾ എന്ത് സംഭവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മാള അരവിന്ദനെ പരിചയപ്പെടാൻ ആയി. അപ്പം മാളച്ചേട്ടൻ ഒരു പ്രത്യേക വല്ലാത്ത, അത് എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു, സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്, മരിച്ചുപോയി, ഒരു സൂസൈഡ് ചെയ്ത് മരിച്ചു. സുരേന്ദ്രൻ നല്ലൊരു ഗിറ്റാറിസ്റ്റും പാട്ട് പാടുന്ന വെസ്റ്റേൺ മ്യൂസിക്കിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഞങ്ങൾ നല്ലൊരു ഗ്യാങ് ആയിരുന്നു. കേരളോർമയിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ വെസ്റ്റേണിൽ ഇന്റർസോണിൽ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പ്. അപ്പോൾ അങ്ങനെയുള്ള പരിചയമാണ്. അപ്പോൾ സുരേന്ദ്രൻ വഴിയാണ് ഈ സുരേന്ദ്രൻ അന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ അമേരിക്കയിൽ കൊണ്ടുപോലും അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മാളച്ചേട്ടനെ പരിചയമുണ്ട്. അപ്പോൾ മാളച്ചേട്ടനെ പരിചയപ്പെടുത്തി എന്ന് സുരേന്ദ്രനാണ്. അങ്ങനെ ഒരു തവണ ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ മാളയിൽ തന്നെ പോയി കഴിഞ്ഞപ്പോൾ ആള് അറിയാലോ, ഭയങ്കര മ്യൂസിക്കിനോട് ഭയങ്കര ഇതാണ്, നന്നായി തബല വായിക്കും, അത്യാവശ്യം പാടും ചെയ്യും, നല്ല വിവരമാണ്, നല്ല നോളജ് ആൾക്ക്. അപ്പോൾ ആളുടെ ഒരു സെറ്റപ്പ് ഉണ്ട്, കുറേ അവിടെ എന്താ പറയുക, പുള്ളിക്ക് പരിചയമുള്ള കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവിടെ കൊണ്ട് എന്നെ പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ എൻ്റെ പാട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പറഞ്ഞു, ഈ സിനിമയിൽ എന്തായാലും പാടണം, ഒരു തവണ രവീന്ദ്രനെ ഞാൻ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് മനസ്സിലിങ്ങനെ അതിൻ്റെ മനസ്സിൽ ഇട്ടുപൊട്ടി രവീന്ദ്രനെ പരിചയപ്പെടുത്തി. കാരണം നമ്മുടെ ഉള്ളിലൊരു വലിയ രവീന്ദ്രൻ എന്നൊക്കെ പറഞ്ഞാൽ എത്തിപ്പെടാൻ പറ്റാത്ത ഒരാളുണ്ട്. അപ്പോൾ അങ്ങനെ പക്ഷെ ആളത് എന്താ പറയുക, സീരിയസ് ആയിട്ട് എടുക്കല്ല, അത് നടത്തും ചെയ്തു. അതെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തവണ ആളെ എന്നെ കൊണ്ടുപോയി മദ്രാസിലേക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആള് പറഞ്ഞു വെച്ചാൽ ഞാൻ മദ്രാസിൽ പോവാണ്, എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ട്രെയിനിൽ ആളുടെ കൂടെ പോയി. ആള് താമസിച്ചിരുന്ന ഹോട്ടലിൽ തന്നെ താമസിച്ചു. വുഡ്ലാൻഡ്സ് ഹോട്ടലുണ്ട് മദ്രാസിൽ. അവിടെ താമസിച്ച് രവീന്ദ്രൻ മാഷെ കാണാൻ പോവാണ്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ അവിടെ ഒരു ബ്രൗൺ സ്റ്റോൺ അപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലാറ്റ് ഇതുണ്ട്. അവിടെയാണ് അവിടെ ഒരു കമ്പോസിങ് നടക്കുന്നത്. ചമ്പക്കുളം തച്ചൻ എന്ന് പറഞ്ഞ ഒളിക്കുന്നു, ഈ പാട്ടിൻ്റെയാണ് അതിങ്ങനെ ഹാർമോണിയത്തിൽ ഇങ്ങനെ വായിച്ച് രവീന്ദ്രൻ ഒരു തബലിസ്റ്റ് ഉണ്ട്, ഗിറ്റാർ വായിക്കുന്ന ഒരാളുണ്ട്, മാഷ് ഹാർമോണിയത്തിൽ ഇങ്ങനെ ഇത് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാഷ് വരാൻ പറഞ്ഞു. അങ്ങനെ ആ പാട്ടിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. അപ്പം മാളച്ചേട്ടൻ പറഞ്ഞു, ഇങ്ങനെ പ്രദീപ് എന്ന പേര്, തൃശ്ശൂരാണ് വീട്, പാട്ട് നന്നായി പാടും. അപ്പോൾ മാഷ് പറഞ്ഞു ഒരു പാട്ട് പാടും. അപ്പോൾ എനിക്ക് ഈ മാഷെ കാണുമ്പോൾ ഭയങ്കര പേടിയൊക്കെ. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ എന്താ പറയുക, മറ്റേ മാഷ് ചെയ്ത പാട്ടുകളൊക്കെയാണ് മനസ്സിൽ വരുന്നത്. ഈ എന്താ പറയുക, പ്രമദവനും അതൊക്കെയാണ് മനസ്സിൽ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസിക്കൽ പാടാനാണ് പറഞ്ഞു. ക്ലാസിക്കൽ പാടി, പിന്നെ ലൈറ്റ് പാടി. അത് കഴിഞ്ഞ് മാഷ് പുറത്തിരിക്കും, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വിളിപ്പിച്ചു. പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, നാട്ടിൽ പോയിട്ട് ഏതെങ്കിലും സ്റ്റുഡിയോയിൽ പോയിട്ട് കുറച്ച് പാട്ടുകൾ വെറുതെ ഒരു കാസറ്റിൽ, ഒന്നും വേണ്ട, ഒരു തമ്പൂര് മാത്രം ഇട്ടിട്ട് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചേതന അന്നുണ്ട് ഇവിടെ. അപ്പോൾ ചേതനയിൽ പോയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തു കുറച്ച് പാട്ടുകൾ, വെറുതെ തമ്പൂര് മാത്രം ഇട്ടിട്ട്, പലതരം പാട്ടുകൾ. അങ്ങനെ മാളച്ചേട്ടൻ അത് പറഞ്ഞു, ഞാൻ എന്താ പറയുക, ഇനി വരുമ്പോൾ ഞാനത് എൻ്റെ കയ്യിൽ കൊണ്ടുവന്നോളാം. അങ്ങനെ എന്താ പറയുക, മാളച്ചേട്ടൻ ഒരു പ്രത്യേക മനുഷ്യനാണ്. ഇത് കഴിഞ്ഞിട്ട് ഈ രവീന്ദ്ര മാഷെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നിട്ട് നേരെ പോണത് മദ്രാസിലെ ഏതോ എന്താ പറയുക സ്ട്രീറ്റ്സിൽ കൂടെയൊക്കെ നടന്ന് ഏതൊരു പെട്ടിക്കടയിൽ അവിടെയൊക്കെ പോയിട്ട് അവള് നമുക്കൊരു ചായ കുടിക്കാം, ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ട് തട്ടുകടയിൽ നിന്നൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ ഞാനൊന്നും ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ പോയിട്ട് ഒരു സിനിമ കണ്ടാലോ എന്ന് പറഞ്ഞു. അങ്ങനെ പോയിട്ട് ഒരു സിനിമയും കണ്ടു. സിനിമ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞു ഇപ്പൊ നല്ല കൂട്ടം മനുഷ്യരാണ്. അവർ പോവാ, ബോറടിക്കുന്നു. അങ്ങനെ പോയി. നല്ലൊരു രസകരമായിട്ടുള്ള അനുഭവമായിരുന്നു ആളുടെ കൂടെ. അങ്ങനെ പക്ഷെ ആള് വാക്ക് പാലിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ കാസറ്റ് റെഡിയാക്കിയിട്ട് ഏതൊക്കെ പാട്ടാ പാടിയ, അതില് സായന്തനം എന്നുള്ള പാട്ട് പാടി. പിന്നെ അതാണ് എൻ്റെ ഓർമ്മ, അതിൽ ഓർമ്മ. പിന്നെ അങ്ങനെ 3-4 പാട്ടുകളൊക്കെ പാടിയിരുന്നു, ഹിന്ദി പാടി, പിന്നെ അതൊക്കെ പാടിയിരുന്നു. അങ്ങനെ അത് കാസറ്റിലാക്കിയിട്ട് ചേട്ടൻ ഈ വഴിക്ക് പോകുമ്പോൾ, ട്രെയിനിൽ പോകുമ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി കൊടുത്തു.
പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാഷിയെ വിളിക്കും. ഇപ്പം കാസറ്റ് കിട്ടി, ഞാൻ റെക്കോർഡിംഗ് വോയിസ് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിക്കാം അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പുള്ളി എന്നോട് പറയുകയും ചെയ്തു, ഒരു കാര്യം ചെയ്യും പ്രദീപ്, ഈ ചെന്നൈയിലേക്ക് വരാൻ വല്ല വഴിയുണ്ട് നോക്കുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ അതിങ്ങനെ ക്ലിക്കായിരുന്നു. അങ്ങനെ കോയമ്പത്തൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകാൻ എന്താ വഴി നോക്കിയിരിക്കുമ്പോൾ എനിക്ക് അവിടെ ചെന്നൈയിൽ ജോലി കിട്ടി. അച്ഛൻ്റെ ഒരു ഫ്രണ്ട് വഴി. പിന്നെ എനിക്ക് നല്ല ഒരു കുഴപ്പമില്ലാത്തൊരു ബിർള കമ്പനിയിൽ എനിക്ക് സെയിൽസ് എഞ്ചിനീയറിന് ജോലി കിട്ടി. അത് വിന്ധ്യ ടെലിലിങ്സ് എന്ന് പറയുന്നൊരു കമ്പനിയായിരുന്നു. അപ്പോൾ ആ ജോലിയുമായിട്ട് ഞാൻ അങ്ങനെ മദ്രാസിൽ അവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തിരുവാൻമിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്, നമ്മുടെ കലാക്ഷേത്രമൊക്കെ ഇല്ലേ അതിൻ്റെ ആ ഭാഗത്ത്, ബീച്ചിൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെയാണ് താമസിച്ചത്. ഗോവിന്ദൻ എന്നാണ് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ പേരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുറച്ച് നാൾ താമസിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലാറ്റ് അവിടെ ഒരു കടൽ തീരത്തിൻ്റെ അടുത്തൊരു ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ദാസേട്ടൻ താമസിച്ചിരുന്ന അവിടെയാണ്. ദാസേട്ടൻ്റെ അവിടെ കുറച്ചു കാലം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ആ സമയത്ത് വല്ലപ്പോഴും വരുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന വഴിക്ക് ദാസേട്ടൻ അവിടെ ഉണ്ടോ എന്ന് നോക്കും. നമ്മളൊന്നും നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ പക്ഷെ കാണാറൊന്നുമില്ല. അങ്ങനെ ഇത് ദാസേട്ടൻ താമസിക്കുന്ന വീടാണ്. വല്ലപ്പോഴും അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ അവിടെ ഉണ്ടാവാറെന്ന് പറയും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ മാഷെ വിളിക്കും, മാഷ എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ ഒരു ദിവസം ഒരു സാറ്റർഡേ ആണ് വിളിച്ചപ്പോൾ മാഷ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു പാട്ട് ഉണ്ട്, റെക്കോർഡിംഗ് ഉണ്ട്, ഉടനെ ഇവിടേക്ക് വരണം. സാലിഗ്രാമം എന്ന് പറഞ്ഞ സ്ഥലത്ത്, സാലിഗ്രാമം വടപ്പള്ളി ഇതൊക്കെയാണ്, അവിടെയാണ് ഈ സിനിമയുടെ സ്ഥലം, സ്റ്റുഡിയോസൊക്കെ അവിടെയാണ്. അപ്പോൾ ഞാൻ അവിടേക്ക് ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ പോയി സ്കൂട്ടറൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. സ്കൂട്ടർ എടുത്ത് അവിടെ എത്തിയപ്പോൾ AVMG എന്ന് പറയുന്ന തിയേറ്റർ, നമ്മുടെ AVM നമ്മുടെ അങ്ങനെ സിനിമയിലൊക്കെ അതൊക്കെ ആ സാധനം ഇങ്ങനെ കറങ്ങുന്നുണ്ട്, ഒരു ഗ്ലോബ്, ആ വലിയ ഗേറ്റ് ഒക്കെ ആയിട്ട്. ഇത് കണ്ടപ്പോൾ നമ്മൾ അന്തം വിട്ടോ, എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. അപ്പം നേരെ കിടന്നു ചേർന്ന് AVMG എന്ന് പറയുന്ന സ്റ്റുഡിയോ. അപ്പോൾ സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഒന്നും അല്ല, വലിയ സ്റ്റുഡിയോ, ശരിക്കും ഒരു സിനിമാ തിയേറ്ററിന്റെ അത്രയാണ്. അപ്പൊ നമ്മുടെ രാംദാസ് എന്നൊക്കെ അന്നത്തെ കാലത്ത്, പഴയ കാലത്ത് കണ്ടിട്ട് വലിയ സ്ക്രീനും ഒക്കെ ആയിട്ട്, ഇപ്പോഴും അങ്ങനെ തന്നെ. അപ്പോൾ അതിന്റെ വലിപ്പമുണ്ട് സ്റ്റുഡിയോന്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പിൽ നമ്മൾ ആ സ്റ്റുഡിയോന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ 70mm സ്ക്രീനൊക്കെ കാണാം, അല്ലെങ്കിൽ വലിയ സ്ക്രീനൊക്കെ കാണാം. അപ്പോൾ അത്ര ഏരിയ ഉണ്ട് അവിടെ. അപ്പോൾ ആ ഏരിയയിൽ ഈ കസേലകൾക്ക് പകരം, ഒരു സിനിമാ തിയേറ്ററിന്റെ കസേരകൾക്ക് പകരം അവിടെ ബ്ലാങ്ക് ആണ്. അവിടെ മ്യൂസീഷ്യൻസ് ആണ് അവിടെ ഇരിക്കുക. പിന്നെ അതിന്റെ ബൂത്തുകൾ, രണ്ട് സൈഡിലും ബൂത്തുകൾ, കുറെ ബൂത്തുകൾ, പിന്നെ സെന്റർ ബാക്ക് സൈഡിൽ കൺസോള്, റെക്കോർഡിംഗ് കൺസോൾ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. അങ്ങനെ മ്യൂസീഷ്യൻസ് ഉണ്ട് കുറെ പേര്. അപ്പൊ അന്ന് ഔസേപ്പച്ചൻ, അദ്ദേഹം വയലിൻ വായിക്കുന്ന. അപ്പൊ ഞാൻ പോകുന്നത് ഈ എഴുത്തച്ഛൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടാണ്. സമയം മനോഹരം. അപ്പോൾ മാഷ പാട്ട് പഠിപ്പിച്ചു തന്നു. എൻ്റെ കൂടെ സംഗീത സജിത്ത് എന്ന് പറയുന്ന ഒരു കുട്ടിയെ പാടിയത്. കുട്ടി മരിച്ചുപോയി കുറച്ചു കാലം. അപ്പോൾ ആ കുട്ടിയാണ് എൻ്റെ കൂടെ പാടിയത്. പ്രഥമ സമാഗമ ലജ്ജിതയായി നവനീത ചന്ദ്രിക തെളിഞ്ഞു. മാഷ് പറഞ്ഞു, ഇത് ട്രാക്കാണ്, ഇത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാസേട്ടനും ചിത്രയും വന്ന് പാടും, അപ്പം നിങ്ങൾ അതിന് മുമ്പ് പാടി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ട്രാക്ക് എന്ന് പറയുന്ന സംഭവം തന്നെ പാടുന്നത്, ആദ്യമായിട്ടാണ്. അത് ഫുൾ സെറ്റിൽ തന്നെയാണ് പാടുക അല്ലേ? അത് ഫുൾ ഓർക്കസ്ട്ര ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ട്രാക്ക് സിംഗറിന്റെ പണി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഓർക്കസ്ട്രയുടെ കൂടെ ലൈവായിട്ട് ഒറ്റ ടേക്ക് ഉണ്ടാവുള്ളൂ. നമുക്കിങ്ങനെ മുറിച്ചൊന്നും ഇപ്പോഴത്തെ പോലെ എന്താ പറയുക, ശരി ഒറിജിനൽ സിംഗർ പാടുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് ട്രാക്ക് സിംഗർ പാടുമ്പോൾ കിട്ടില്ല. അല്ല, തെറ്റ് വെച്ചാൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ ഇമോഷൻസോ അല്ലെങ്കിൽ വലിയ അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നില്ല. ആ ടൈമിങ് ഒരു സ്കെലിറ്റൻ ഉണ്ടാക്കുക എന്നുള്ള, തെറ്റിക്കാണ്ട് പാടുക. അവിടെ ഭാവം കൊടുത്തില്ല, എക്സ്പ്രഷൻ ഇല്ല, അല്ലെങ്കിൽ അത് ആ ടൈമിംഗ് ആണ് അവർക്ക് ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ പാടിത്തരും. പിന്നെ വേർഡ്സ് ചിലപ്പോൾ മാറ്റിന്ന് വരാം, അതിന് ശേഷം ചിലപ്പോൾ മാറ്റി. അപ്പോൾ ഇതാണ് ട്രാക്ക് സിംഗറിന്റെ ഒരു ജോലി. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി പാടി കഴിഞ്ഞപ്പോഴേക്കും ഓർക്കസ്ട്രക്കാർ വന്നിട്ട് ഞങ്ങളെ കൈയൊക്കെ തന്നോട് പറഞ്ഞു, നല്ല ശബ്ദമാണല്ലോ, നിങ്ങൾക്ക് നല്ല ഭാവിയുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായി.
അത് കഴിഞ്ഞ് ഇവരൊക്കെ പോയി, ഓർക്കസ്ട്രക്കാരൊക്കെ പോയി. അപ്പം ഞങ്ങളിങ്ങനെ ഭയങ്കര എന്താ പറയുക, ഓ ഇനി യേശുദാസിനെയും ചിത്രയും കാണാമല്ലോ, അവരൊന്ന് പാടുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് വരും. അപ്പോൾ അവർ വന്ന് പാടും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇരിക്കുമ്പോൾ അവിടെ മാഷും പിന്നെ ഈ സിനിമയുടെ പ്രവർത്തകർ കുറച്ച് മറ്റേ അതിൻ്റെ ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ കൂടി അതിൻ്റെ ഉള്ളിൽ സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ മറ്റേ കൺസോളിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അവർ പുറത്തു വന്നു. എന്നിട്ട് മാഷ് പറഞ്ഞ ഒരു കാര്യം ചെയ്തു, ഈ പാട്ട് ഒന്നുകൂടി നിങ്ങളൊന്ന് പാടും, അവർ വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് നന്നാക്കി കേൾപ്പിക്കാം, നിങ്ങളൊന്നുകൂടിയും പാടും. എന്നിട്ട് ആ കുട്ടിയെ കൊണ്ട് ഒന്നുകൂടി വെച്ചാൽ ഞാൻ സ്ട്രൈറ്റ് അല്ല, കട്ട് ചെയ്ത് ഓരോ പല്ലവി അനുപല്ലവി. അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ റെക്കോർഡിങ് ജസ്റ്റ് വന്നിട്ടുള്ളൂ. അത് ഇതിലാണ്, നമ്മുടെ ടേപ്പിലാണ്. ഡിജിറ്റൽ റെക്കോർഡിങ്ങിന് ട്രാക്ക് റെക്കോർഡിങ് തന്നെയാണ്, പക്ഷെ അത് മറ്റേ VHS കാസറ്റില്, നമ്മുടെ അങ്ങനെ ഒരു വലിയ കാസറ്റിലാണ്. VHS നമ്മൾ വീഡിയോ കാസറ്റില് അങ്ങനത്തെ ഒരു സാധനത്തിലുള്ള മറ്റേ ഡിജിറ്റൽ റെക്കോർഡിംഗ് ആണ്. അനലോഗ് ജസ്റ്റ് അനലോഗ് ഇതിലേക്ക് വന്നു. അപ്പോൾ എഡാറ്റ് എന്ന് പറയും, എഡാറ്റ് കേട്ടിട്ടുണ്ടാവല്ലോ, ഇപ്പൊ എഡാറ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് അത് വീണ്ടും പാടിപ്പിച്ചു. എന്താ പറയുക, പല്ലവി അനുപല്ലവി ചരണം എന്ന് പറഞ്ഞിട്ട് വേറെ പാടി. എന്നിട്ട് ഫസ്റ്റ് ഞങ്ങൾ ആദ്യം പാടിയ ട്രാക്ക് കേൾപ്പിച്ചിട്ട് ഇപ്പം ഇത് എങ്ങനെയുണ്ട് ചോദിച്ചു. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഒന്നുകൂടി പാടിച്ചത്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ചോദിച്ചു ഇപ്പം എങ്ങനെയുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല എന്നല്ല, നന്നായിട്ടുണ്ട് മക്കളെ, നന്നായിട്ടുണ്ട്. ഒരു കാര്യം ചെയ്ത് നിങ്ങൾ പുറത്ത് വെക്കുന്നു പറഞ്ഞിട്ട് ഇവർ പിന്നെ എന്തൊക്കെയോ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് മാഷങ്ങ് പുറത്തു വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാനിവിടെ ഒരു അനൗൺസ്മെൻറ്റ് നടത്താണ്, ഈ പാട്ട് നിങ്ങളുടെ രണ്ടുപേരും ശബ്ദത്തിലാണ് വരാൻ പോകുന്നത്, യേശുദാസും ചിത്രയും പാടുന്നില്ല. അപ്പൊ ഞങ്ങളാകെ, ഞാൻ അവിടെ വീടില്ല എന്ന് മാത്രമേ ഷോക്കഡായി. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലോ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അതും ദാസേട്ടൻ ചിത്രയുടെ ഒരു ട്രാക്ക് പാടാൻ പോകുന്നു. അത് ഇനി അവര് വരുന്നില്ല, നിങ്ങളുടെ ശബ്ദത്തിലാണെന്ന് പറയുമ്പോൾ അത് നമ്മൾ വിചാരിച്ച് വെറുതെ പറ്റിക്കാന്ന് വെച്ചു. മാഷ വെറുതെ അല്ലല്ല, ഞാൻ വെറുതെ പറയല്ല, അത് സത്യമാണ് എന്ന് പറഞ്ഞ് പുള്ളി അപ്പോഴേക്കും നാനയുടെ ഫോട്ടോ മറ്റേ ഇതില്ലേ, നാന അവരെ വിളിച്ചു, അനൗൺസ് ചെയ്തു. അപ്പോഴേക്കും വലിയ ന്യൂസായി. മറ്റേ എന്താ പറയാ, എങ്ങനെയാ വന്നതെന്നറിയോ, മലയാള സിനിമയിലേക്ക് ദാസേട്ടൻ കഴിഞ്ഞാൽ ഒരു ക്ലാസിക്കൽ മ്യൂസിക് പാടുന്ന ഒരാൾ, നന്നായി പാടുന്ന ഒരാൾ, അങ്ങനെയൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിപ്പോഴും ഇരിക്കുന്ന ആ എഴുതിയ സംഭവം ഇപ്പോഴും ഉണ്ട്. അങ്ങനെയൊക്കെയാണ് മാഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതധികം ആളുകൾ അങ്ങനെ കേട്ടിട്ടില്ല. അതിന്റെ ഫീമെയിൽ പോർഷൻ കഴിഞ്ഞ് മെയിൽ പോർഷൻ എൻ്റെ കുറച്ചിടയിൽ വരുന്നത്. അതിൽ ഇങ്ങനെ സമയം മനോഹരം ഹൃദയം വിമോഹിതം സുന്ദരാംഗനെന്നംഗരാഗം അണിയാൻ കമനീയ കാന്തി നുകരാനിനിയുമെന്തു താമസം. ഇതാണ് ഫീമെയിൽ പോർഷൻ. പിന്നെ അത് കഴിഞ്ഞ് മെയിൽ പോർഷൻ വരുന്നത് പ്രഥമ സമാഗമ ലജ്ജിതയായി, പ്രഥമ സമാഗമ ലജ്ജിതയായി നവനീത ചന്ദ്രിക തെളിഞ്ഞു മധുപാത്രമേന്തി നീലോൽപ്പലങ്ങൾ വരവേൽക്കയായി സഖി. ഇതാണ് എൻ്റെ പോർഷൻ. നല്ല പാട്ടായിരുന്നു. കൈതപ്പുറം തിരുമേനിയുടെ വരികളാണ്. ആ സിനിമേന്റെ സ്വഭാവം അങ്ങനെയായിരുന്നു തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഈ ഭയങ്കര ഭാഷാപരമായിട്ട്. അൺഫോർച്ചുനേറ്റ്ലി അത് സിനിമ ഇറങ്ങിയില്ല. കാരണം അതിന്റെ പ്രൊഡ്യൂസേഴ്സും നടന്നില്ല. അത് കാസറ്റിൽ HMV ആണ് ഇറക്കിയത്. അത് കാസറ്റിൽ മാത്രം അങ്ങനെ ഒതുങ്ങി. അതുകൊണ്ടാണ് യൂട്യൂബിൽ നോക്കുമ്പോഴേ വിഷ്വലൊന്നും ഇല്ല, ഓഡിയോ മാത്രമല്ല. അതിൽ കുറെ നെടുമുടി വേണും ശ്രീവിദ്യ ഒക്കെയാണ് അതിൽ കാസ്റ്റ് ഉണ്ടായിരുന്നത്. നടന്നില്ല. മാഷെ പാട്ടിനെ പറ്റി എന്തൊക്കെയാ പറയാ? എന്ത് രവീന്ദ്ര മാഷ് മാഷ് എന്താ വെച്ചാൽ ഭയങ്കര ഫ്രീഡാണ്. നമ്മൾ കാണുന്ന പോലെ ഒന്നും അല്ല. അപ്പൊ നമ്മൾ പാടുന്ന സമയത്ത് നമുക്ക് എന്തും പാടാം. നല്ലൊരു സാധനം പാടി കഴിഞ്ഞാൽ മാഷ് അത് ആക്സെപ്റ്റ് ചെയ്യും. അല്ലാണ്ട് ഭയങ്കര കർശന ഇതും അത് പറ്റില്ല അങ്ങനെയൊന്നുമില്ല. അപ്പൊ നമ്മുടെ എക്സ്പ്രഷൻ ഇട്ടു അല്ലെങ്കിൽ ഒരു സംഗതി മാഷ് പറഞ്ഞതല്ലാതെ മാഷ് അങ്ങനെ ഇതേപോലെ പാടണമെന്നും പറയില്ല. നമുക്ക് സ്വാതന്ത്ര്യം. മാഷിന്റെ തൊണ്ടയിലെല്ലാം വരും. മാഷ് ഇതേപോലെ ഒരുപാട് പാട്ട് പാടാൻ വേണ്ടിട്ട് നടന്നൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ. അതെ, മാഷ്ക്ക് അങ്ങനെ യാതൊരു എന്താ പറയാ, ചില മ്യൂസിക് ഡയറക്ടേഴ്സ് അങ്ങനെയല്ല, ഞാൻ പിടിച്ച പിടി മൊയൽ പറഞ്ഞ പോലെ അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ രവീന്ദ്ര മാഷ് അങ്ങനെയൊന്നുമില്ല.
മാഷ്ക്ക് അങ്ങനെ ഒരു ഇല്ല, നന്നായി വന്നു കഴിഞ്ഞാൽ മാഷ് അത് ആക്സെപ്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ആ പാട്ട് പാടി കഴിഞ്ഞ് ഇത് നാനയിലും അതിലൊക്കെ വന്നു, വലിയ ന്യൂസായി. അങ്ങനെ മാഷ് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഈ തിരുവാൻമിയൂർ എന്നൊക്കെ വാൽമീകി നഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ എന്താ പറയുക ഈ ഹിമാലയത്തിൻ്റെ ദൂരെ, അവിടെയൊക്കെ താമസിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. ദാസേട്ടന് കുഴപ്പമൊന്നുമില്ല, വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ദാസേട്ടൻ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യും. പ്രദീപ് സമസുന്ദരത്തിനെ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ പെട്ടെന്ന് വേറെ വല്ലൊരു, അപ്പോൾ ഒരു കാര്യം ചെയ്യണം, അവിടെ താമസിച്ചാൽ ശരി. കുറേ ദൂരം ഉണ്ടായിരുന്നത്, ഈ പറയുന്ന സാലിഗ്രാമത്തിൽ നിന്ന് ഒരുപാട് ദൂരമുണ്ട്. അപ്പം മാഷ് പറഞ്ഞു ഇവിടെ താമസിക്കണം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മദ്രാസ് വലിയ പിടുത്തൊന്നുമില്ല, ഞാൻ ഇപ്പോൾ വന്നാലേ ഉള്ളൂ. അപ്പോൾ ആള് പറഞ്ഞു ഞാൻ നോക്കാം. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആളുടെ വിളി പറഞ്ഞു ഇവിടെ ഒരു വീട് ശരിയുണ്ട്, വന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ എന്താ, രവീന്ദ്രൻ മാഷ് താമസിക്കുന്ന വീടിന്റെ നേരെ ഓപ്പോസിറ്റ്, ഇപ്പുറത്ത് ഇത് ഒരു ചെറിയൊരു വഴി, വേലായുധൻ കോളനി എന്ന് പറഞ്ഞിട്ട്, ഇപ്പുറത്ത് രവീന്ദ്രൻ മാഷ് നേരെ ഓപ്പോസിറ്റ് ആ വീട്. അത് തമിഴ് സിനിമയിലൊരു വലിയ പ്രശസ്തനായിട്ട് ഒരു മേക്കപ്പ് മാൻ ആയിരുന്നു പുള്ളി. കുറെ കാലം ഭയങ്കര തിളങ്ങി നിന്നിരുന്നു. പിന്നെ ആൾക്ക് വർക്കൊന്നും ഇല്ലാണ്ട് അവര് ഭയങ്കര കഷ്ടത്തിലായി. അപ്പൊ അവര് വീട് വാടകയ്ക്ക് കൊടുത്തു. അപ്പൊ അതിന്റെ മെയിൻ പോർഷൻ എനിക്ക് തന്നു, അവരൊരു സൈഡിൽ അവർ താമസിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങോട്ട് താമസം മാറ്റി എൻ്റെ ജോലിയും ഒക്കെ ആയിട്ട് ഈ നടന്നു. അപ്പോൾ ജോലി സെയിൽസ് ആയതുകൊണ്ട് ഇടയ്ക്ക് ട്രാക്ക് പാടാനും അങ്ങനെ ട്രാക്കുകൾ പാടി തുടങ്ങി. മാഷ് പാട്ട് മാത്രമല്ല, മാഷ്ക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. മാഷ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാഷിന്റെ പാട്ട് മാത്രമല്ല, മാഷിന്റെ പാട്ടിലേക്ക് കൂടുതൽ ജോൺസനെ പരിചയപ്പെടുത്തി. എല്ലാവരും പറയും മാഷ് ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറയും. ഭരത് ലാൽ എന്ന് പറഞ്ഞ മാഷിന്റെ ബ്രദറിന്റെ മകനും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വളരെ കൂട്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരെയും ട്രാക്ക് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം പിന്നെ ഭരത്തും വന്നോളൂ. അപ്പോൾ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്ത്, ഞങ്ങളെ ഒന്നിച്ച് പാട്ട് പഠിപ്പിക്കും, മാഷ് പറഞ്ഞു തരും, ടിപ്സ് തരും. അപ്പൊ ഞാൻ ആ വീട്ടിൽ എങ്ങനെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാഷ് പെട്ടെന്ന് കയറി വന്നിട്ട് പറയാം, അതെ ഇങ്ങനെയല്ല പാടേണ്ടത്, ഹാർഡാണ്, ക്ലാസിക്കൽ ഇങ്ങനെ പാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് പാടുന്ന സമയത്ത് അതിനെ എഫക്ട് ചെയ്യും. അതൊക്കെ പറഞ്ഞ കുറെ ടിപ്സ് നമ്മുടെ വീട്ടിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ വരും, മാഷ് പെട്ടെന്ന് വരും. ഇപ്പൊ ഇത് ആ ഫോട്ടോ കാണുന്നത് ആ മാഷിന്റെ വീട്ടിന്റെ മുകളിലാണ്, ടെറസിന്റെ മുകളിൽ പാട്ട് പഠിപ്പിച്ചു തരുന്ന ഒരു ഇതാണ് ഫോട്ടോ. അങ്ങനെ അതെ. പിന്നെ ആ ഇതിൽ കാണുന്നത് കളിപ്പാട്ടെന്ന് പറയുന്ന സിനിമയിലെ അത് രസകരമായിട്ടുള്ള അനുഭവം ഉണ്ടായി, ഞാൻ പറയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മേരിയാവാസനോന്റെ മുമ്പ് തന്നെ ഒരുപാട് അനുഭവങ്ങൾ. അങ്ങനെ ജോൺസൺ മാഷെ പരിചയപ്പെടുത്തുന്നു രവീന്ദ്രൻ മാഷ്. അങ്ങനെ ജോൺസേട്ടന്റെ കുറെ ട്രാക്കുകൾ പാടി. ഇത് ആദ്യം പാടിയത് മുത്തും പവിഴും എന്നുള്ള പാട്ട്, പാമരം എന്നുള്ള സിനിമയിലത്തെ. അന്നാണ് ഞാൻ ആദ്യം സുജാതനെ ആദ്യം പരിചയപ്പെടുന്നത്. അപ്പൊ സുജാതയ്ക്ക് ചെറിയൊരു ഹമ്മിങ് ഉണ്ട്. ഇത് സുജാതയുടെ ഹമ്മിങ്ങാ. അത് കഴിഞ്ഞിട്ട് പിന്നെ മുത്തും പവിഴവും നിറനാഴി വച്ചു ഞാൻ അമ്മേ നമസ്കരിക്കാം, ഉത്രാടരാത്രിയിൽ ചന്ദ്രനാകാം, തിരുവോണരാവിലെ സൂര്യനാവാം, നീ തന്ന താരാട്ടു പാട്ടുമായി വന്നു ഞാൻ നിന്നെ പാടിയുറക്കാം. ഇതാണ് വരികൾ. അത് കൈതപ്പുറം തിരുമേനിയുടെ വരികൾ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ജോൺസൺ മാഷ്ക്ക് വേണ്ടി പാടിയ ആദ്യത്തെ പാട്ട്. അപ്പോൾ മാഷ് നന്നായി പാടിക്കോ, ചിലപ്പോൾ പ്രൊഡ്യൂസർക്ക് വല്ല ലക്ക് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ അവർ പറയും, നമ്മളെ കൊണ്ട് നന്നായി പാടിക്കാനൊക്കെ പറയും. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ജോൺസൺ മാഷ കുറേ പാട്ടുകൾ പാടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫോൺ വന്നിട്ട് പറഞ്ഞു മണിച്ചിത്രത്താഴിന്റെ അതിൻ്റെ ട്രാക്ക് പാടിയത്. അത് MG രാധാകൃഷ്ണൻ ഒരു തവണ വിളിച്ചിട്ട് രവീന്ദ്രൻ മാഷ് വിളിച്ചപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ ക്ലാസിക്കൽ ബേസിലുള്ള ഒരു പാട്ടുകാരൻ വേണം, അപ്പോൾ ഈ സിനിമയിലെ പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ പോവാണ്, ട്രാക്ക് സിംഗർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ മാഷിനോട് പറഞ്ഞു ഇങ്ങനെ വിളിക്കുന്നുണ്ട്, അവിടെ ഒരു ഹോട്ടലുണ്ട്, അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ MG രാധാകൃഷ്ണൻ സാറുണ്ട്, പിന്നെ വൈത്തി ഉണ്ട്. വൈത്തി എന്ന് പറഞ്ഞാൽ വൈദ്യനാഥൻ, അദ്ദേഹമാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കമ്പോസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത്. അപ്പോൾ അവർ രണ്ടുപേരും പഠിക്കാൻ. അപ്പോൾ MG രാധാകൃഷ്ണൻ ചോദിച്ചു ക്ലാസിക്കലൊക്കെ അറിയോ? കുറച്ചറിയാം, പാടാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു നോക്കാം, ശ്രമിച്ചു നോക്കാം, പാട്ട് എന്തായാലും പഠിക്കും എന്ന് പറഞ്ഞിട്ട് 2 പാട്ടുകളും പഠിപ്പിച്ചു തന്നു. ഒന്ന് പഴന്തമിഴ് പാട്ടും പിന്നെ ഒരു മുറി വന്ന് പാർത്തായ, ഈ 2 പാട്ടാണ് പഠിച്ചു. അത് കഴിഞ്ഞ് മറ്റേ കാസറ്റ് റെക്കോർഡിലേക്ക് റെക്കോർഡ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി നന്നായി പഠിച്ചു. പിറ്റേ ദിവസം റെക്കോർഡിംഗ് ആണ് കോതണ്ടപാണി സ്റ്റുഡിയോയിലാണ്.
കോതണ്ഡപാണി എന്ന് പറയുന്നത് SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ. അപ്പോൾ അവിടെ നമ്മൾ പോയ വളരെ രസം, വലിയ ഫോട്ടോ കാണാം. ഒന്ന് മുഹമ്മദ് റഫിയുടെ ഫോട്ടോ, പിന്നെ SP കോതണ്ഡപാണിയുടെ ഫോട്ടോ, പിന്നെ ലതാ മങ്കേഷ്കറിന്റെ. ഇത് മൂന്നും SPB ആരാധിച്ചിരുന്ന 3 പേരാണ്. അപ്പോൾ ആ സ്റ്റുഡിയോ നല്ല സ്റ്റുഡിയോ. നിങ്ങളുടെ ഏരിയയും അതാണല്ലോ. ഈ സ്റ്റുഡിയോയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വലിയ എന്താ പറയുക ഒരു ഉത്സവം പോലെയാ. എത്ര പേരായിരുന്നു ഇത് ഈ മണിച്ചിത്രത്താഴിന്റെ റെക്കോർഡിങ്ങിന്. എനിക്ക് തോന്നുന്നു 10-35 വയലുണ്ട്. ഭയങ്കര വലിയ സെറ്റപ്പ്. അത് കാണുക തന്നെയാ അതിൻ്റെ ഉള്ളില്. അതിൽ ഈ പറഞ്ഞ പോലെ ഔസേപ്പച്ചുണ്ട്. ഔസേപ്പച്ച അന്ന് ഇങ്ങനത്തെ സ്വന്തമായിട്ട് കമ്പോസിങ് ചെയ്യും. അതിനൊപ്പം സോളോ വയലിൻ മറ്റേ ഗ്രൂപ്പ് വയലിനിസ്റ്റുമായിട്ട് പുള്ളി വായിക്കും. അങ്ങനെ ശിവമണിയാണ് ഇതിന്റെ ഡ്രംസ് വായിക്കുന്നത്. ഡ്രംസ് വായിക്കുന്ന മറ്റേ റിതം കമ്പോസർ, ഈ പാട്ടിന്റെ റിതം കമ്പോസ് ചെയ്തിരിക്കുന്നത് ശിവമണിയാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ അവിടെയൊക്കെ ഡും അടിക്കുന്നൊക്കെ ആ ഡ്രംസ് അടിക്കുന്നൊക്കെ അതാണ്. അപ്പൊ അതൊക്കെ ഞാനിങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ അത് ഞാൻ കഴിഞ്ഞ് പാട്ട് എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പാട്ട് എന്ന് പറഞ്ഞാൽ വലിയ പാട്ടാണ്, ചെറുതല്ല. ഈ മറ്റേ പാട്ട് ഒരു മുறை മറ്റേ പഴന്തമിഴ് വലിയ കുഴപ്പമില്ല, അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മുறை വന്ന് പാർത്തായ അതല്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ഫീമെയിൽ ഞാൻ പാടണേ. ഇപ്പൊ ട്രാക്ക് നമ്മള് മറ്റേ ഡ്യുവറ്റ് എന്ന് പറയുമ്പോ ഫീമെയിൽ പോർഷൻ ഉണ്ടാവും, മെയിൽ പോർഷൻ ഉണ്ടാവും. പക്ഷെ ഈ മെയിലും ഫീമെയിലും ഒരേ ആളെന്നെ ഒറ്റയടിക്ക് പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള പണിയല്ല. അപ്പൊ അത് ശരിക്കും പറഞ്ഞ് ഞാൻ ഒന്ന് എന്താ പറയാ, നമ്മൾ നല്ല ടെൻഷനിലായിരുന്നു. കാരണം ഇത് തെറ്റാണ്ട് എല്ലാവരുടെയും ശ്രദ്ധ നമ്മളുടെ മുകളിലാണ്. അവര് തെറ്റിച്ച അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. നമ്മൾ ട്രാക്ക് സിംഗറാണ്. ട്രാക്ക് സിംഗർ തെറ്റിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി വീണ്ടും ഇത് വായിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇതാണ്. അപ്പൊ പരിപാടിയൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലില്ല, നമ്മള് ആ ഒറ്റയടിക്ക് പാടണം. അപ്പോൾ ഒറ്റയടിക്ക് പാടി ഒപ്പിച്ചു. അത് ഈ പറഞ്ഞ സാധനം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആ പാടിയത് അന്നിങ്ങനെ സൂത്രത്തില് എന്താ പറയാ ഒപ്പിക്കും ഇവരുടെ കയ്യിൽ നിന്ന്. പക്ഷെ അന്ന് ചെയ്തോണ്ട് ഞാനത് പാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വിശ്വാസമില്ല. അങ്ങനെ കുറെ റെക്കോർഡിങ്ങുകൾ ഇപ്പൊ മുത്തുമ്പഴും പറഞ്ഞു അതെന്റെ കയ്യിലുണ്ട്. അതിലെന്ന് വെച്ചാൽ 1 2 3 4 ഒക്കെ പറയുന്നുണ്ട്. നമ്മള് ആ പാട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് 1 2 3 4 മൗലിമണി തിങ്കളാസേ ചാരുശീലേ നാഗവല്ലി മനോമണി രാമനാഥൻ തേടും വാലേ മാണിക്യവാചകർ മൊഴികൾ നൽകി ദേവി മാണിക്യവാചകർ മൊഴികൾ നൽകി ദേവി ഇളങ്കോവടികൾ ചിലമ്പു നൽകി തമിഴകത്തായ് കുലം താരാട്ടു പാടി നിൻ താമര കണ്ണടിൽ നിദ്രയേ തമിഴകത്തായ് കുലം താരാട്ടു പാടി നിൻ താമര കണ്ണടിൽ നിദ്രയേ. അപ്പൊ അത് നമ്മൾ സ്റ്റുഡിയോ എഞ്ചിനീയറിനോട് പോയി സാർ ഒന്ന് എനിക്ക് പറഞ്ഞിട്ട് കയ്യും കാലൊക്കെ പിടിക്കുമ്പോ അവര് ചെയ്യാൻ പാടില്ല, പക്ഷെ അവർ റെക്കോർഡ് ചെയ്ത് തരും. ആ റെക്കോർഡ് ചെയ്തെന്ന അങ്ങനെ എന്റെ കയ്യിൽ ആ സാധനം ഉണ്ട്. അതിന്റെ ഉണ്ട് ഒരു മുറയുണ്ട് പഴന്തമിഴും. ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് ഈ പാട്ട് പാടിയത് ആരോഗ്യ ഞാനാണ് പാടിയത്. അപ്പൊ നമുക്ക് അഭിമാനിക്കാനല്ലോ. ദാസേട്ടൻ പാടുന്നതിന് മുമ്പേ പാടി എന്ന് പറഞ്ഞിട്ട് പറയല്ലോ. ആ പഴന്തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈ നമയങ്ങി സരസസുന്ദരീ മണി നീയലസമായി ഉറങ്ങിയോ കനവു നെയ്തൊരാത്മരാഗം മിഴികളിൽ തുളുമ്പിയോ തരരരീരി തനനരാരി തരരരാരി. ഇത് പാടി അതിനുശേഷം മറ്റേ പാട്ടും പാടി കഴിഞ്ഞ് ഉടനെ എന്താ പറയുക ആൾക്ക് ഇഷ്ടപ്പെട്ടു. ആൾ പറഞ്ഞു നന്നായി വരും എന്നുകൊണ്ട് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു.
അപ്പൊ അതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന് നാഷണൽ അവാർഡൊക്കെ കിട്ടി, ദാസേട്ടന് കിട്ടിയില്ലോ. MG രാധാകൃഷ്ണൻ എന്ത് പറഞ്ഞു? അത് പറഞ്ഞു നന്നായി പാടി, നന്നായി വരും, ഇനി നല്ല ഭാവി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ വിട്ടു. അത്രേ ഉള്ളൂ. അപ്പൊ അന്നൊക്കെ ഇപ്പൊ ഒരു പാട്ട് പാടി 1000 രൂപ കിട്ടും, ട്രാക്ക് പാടി കഴിഞ്ഞാൽ. നമുക്ക് അത്യാവശ്യം നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോ വേറൊരു അനുഭവം, ഏത് ട്രാക്ക് പാടിയാലും 1000 രൂപയാണ് കിട്ടും, ഏകദേശം ഒരു 1000 rupees കിട്ടും. പിന്നെ ഈ ഫോട്ടോ കണ്ടില്ലേ, ഇതിന്റെ ഒരു കഥയുണ്ട് ഇതിനുള്ള. രവീന്ദ്രൻ മാസ്റ്റർ കളിപ്പാട്ട് എന്ന് പറഞ്ഞ സിനിമ, അന്ന് വേണു നാഗവള്ളി, പിന്നെ ബിച്ചു തരിമല അവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പാട്ടുകളൊക്കെ പഠിച്ച് രവീന്ദ്രൻ മാസ്റ്റർ പാട്ട് അതും ABM-G തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ് സമയത്ത് അന്നാണ് ഞാൻ ആദ്യമായിട്ട് ദാസേട്ടനെ ജീവിതത്തിൽ കാണുന്നത്. അതൊരു വലിയ ത്രില്ലായിരുന്നു. ആ ഫോട്ടോ ആണത്. അപ്പോൾ ദാസേട്ടനെ നേരിട്ട് ജീവിതത്തിൽ കാണുന്ന ഒരു വലിയ കാരണം മറ്റൊന്നും നടന്നില്ലോ. എഴുത്തച്ഛൻ്റെ പാട്ട് പാടിയിട്ട് ദാസേട്ടൻ അതിന് പകരം എന്താ പറയുക, ഞാൻ എൻ്റെ ശബ്ദത്തിൽ തന്നെ പാട്ട് വന്നുല്ലോ. അപ്പം ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ദാസേട്ടനെ കാണും, എന്തെങ്കിലും കാണും എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഇവരൊക്കെ കാണും. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ഉള്ളിലൊരു വലിയ സ്വപ്നമായിരുന്നു. നേരിൽ കാണുക, ഇവർ പാടുന്നത് കേൾക്കുക, ഇതൊക്കെയാണ് സത്യം പറഞ്ഞ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ഡ്രീംസ് ആണ്. അപ്പോൾ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഈ ഞാൻ ട്രാക്ക് പാടി, കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ, കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ, നെഞ്ചിലെ മോഹമാ ജലശയ്യയിൽ നിൻ സ്വരക്കൂടു കൂട്ടുന്നു ഞാൻ, ദേവി കളിപ്പാട്ടമായി കൺമണി. ഈ പാട്ട് പാടി അത് കഴിഞ്ഞിട്ട് ദാസേട്ടൻ വന്നു. അപ്പോൾ ദാസേട്ടൻ വന്നപ്പോൾ ഞാൻ അങ്ങനെ, അപ്പോൾ രവീന്ദ്രൻ മാഷ്ക്ക് അറിയാം. അപ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കര ത്രില്ലടിച്ചിരിക്കാം. മാഷ് പറഞ്ഞു ഇങ്ങോട്ട് വാ, ആ കൺസോളിൽ ഇരുത്തി. വെച്ചാൽ ദാസേട്ടൻ മറ്റേ അവിടെ ബൂത്തിൽ പാടുന്നു, ഞാനും രവീന്ദ്രൻ മാഷും കൂടിയിട്ട് അവിടെ കേട്ടിരിക്കും. അപ്പോൾ ദാസേട്ടൻ്റെ ഈ വോയിസ് ഈ സ്പീക്കറിൽ ഇങ്ങനെ വരുമ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. അതെ, എല്ലാവർക്കും അതെ. അപ്പം ഞാൻ അത് അനുഭവിച്ചു. ആദ്യമായിട്ട് ദാസേട്ടൻ്റെ വോയിസ് ഈ സ്പീക്കർ കൂടെ വരുമ്പോൾ നമ്മൾ ഈ ഇതിലെല്ലാം കേട്ടിട്ടുണ്ട്. അത് ലൈവായിട്ട് ഇങ്ങനെ ദാസേട്ടൻ ഓരോ വരി പാടി റെക്കോർഡ് ചെയ്യുന്നത് നമുക്കത് ഒരു വലിയ അനുഭവമായിരുന്നു. അങ്ങനെ 2 വരി പാടി ദാസേട്ടൻ, കളിപ്പാട്ടമായി കൺമണി എന്ന് പാടി. ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ്, പാട്ട് പാടുന്ന ഒരു സ്റ്റാൻഡിൽ വലിയ ബുക്ക് വെച്ചിരുന്നു. ഈ ബുക്കും സ്റ്റാൻഡും കൂടി പൊട്ട പോകുന്നുണ്ടെങ്കിൽ താഴ്ത്തി പറഞ്ഞോളൂ. അപ്പോൾ ദാസേട്ടൻ ദേഷ്യം വന്നിട്ട് അപ്പം തന്നെ അവിടെ നിന്ന് ഓടിപ്പോയി. ദാസേട്ടൻ അവിടെ നിന്ന് പോയി, പെട്ടെന്ന് പോയി. ഞാനിങ്ങനെ ത്രില്ലടിച്ച് ദാസേട്ടൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് ആർക്കും ഒരു പിടുത്തമില്ല. രവീന്ദ്രൻ മാഷും ആകെ ഇതായി, ഞാനും അതെ, വീണ് നാഗൊള്ളിയുണ്ട്, എല്ലാവരും ആകെ കൂടി ഇതായി. അങ്ങനെ എല്ലാവരും കൂടി ഓടി. ദാസേട്ടൻ ഓടി കാറിൽ കയറിയിരുന്നു. ഞാൻ പോവാണ്, എന്ത് സ്റ്റുഡിയോ അത്, ഇത്രയും വലിയ AVM എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മര്യാദയ്ക്ക് ഒരു സ്റ്റാൻഡ് ഇവിടെ തമിഴിലാണ് പറയണത്. ഒരു ദാസേട്ടന് നല്ല ദേഷ്യമുള്ള സമയം, മൂഡ് പോയി, എൻ്റെ കംപ്ലീറ്റ് മൂഡ് പോയി. അതുകൊണ്ട് കഴിഞ്ഞ് പാടുന്നിട്ട് കാറിൽ കയറി ഒന്ന് പോകാൻ വേണ്ടി ഞങ്ങൾ അയ്യോ ദാസേട്ടൻ പോയി കഴിഞ്ഞ് നേരെ അമേരിക്കയ്ക്ക് പോയാൽ ഇനി പാട്ട് മറ്റേ ഷൂട്ടിംഗ് തുടങ്ങണ്ടേ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഓടി ദാസേട്ടനോട് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് അഭ്യർത്ഥിച്ച് അങ്ങനെ ദാസേട്ടൻ ശരി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും സ്റ്റാൻഡൊക്കെ മാറ്റി അവർ വേറെ വെച്ചു പാടി. പിന്നെ ആ പാട്ടാണ് നിങ്ങൾ അപ്പൊ എനിക്ക് ഫുൾ പാട്ട് ദാസേട്ടൻ പാടുന്നത് കേൾക്കാൻ പറ്റി. അത് പാട്ട് പാടി കഴിയുമ്പോ നല്ല പാട്ടല്ലേ, അപ്പൊ അത് പാടി കഴിഞ്ഞപ്പോഴേക്കും ആളുടെ അപ്പൊ പാട്ട് പാടി കഴിഞ്ഞപ്പോഴേക്കും ആളുടെ മൂടൊക്കെ മാറി ഭയങ്കര ഹാപ്പി. ഇതാ ഫോട്ടോയിൽ കാണുന്ന പോലെ. അപ്പൊ രവീന്ദ്രൻ മാഷ് പറഞ്ഞ ഈ പയ്യനെ പാടിയത് ട്രാക്ക് പ്രദീപ് എന്ന പേര്. ഓ അതെ നന്നായി പാടി എന്ന് പറഞ്ഞൊരു ഫോട്ടോ എടുക്കുക. പിന്നെന്താന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദാസേട്ടനും ഞാനും രവീന്ദ്രൻ മാസ്റ്ററെ ചേട്ടനും മകനൊക്കെ ഞങ്ങൾ കൂടി അവിടെ നിന്ന്, കാരണം ആളൊരു അതിൽ വേറെ ട്രാക്ക് പാടിയിട്ടുണ്ടായിരുന്നു, 1-2 പാട്ട് ആളാ ട്രാക്ക് പാടി. അങ്ങനെ ഈ എടുത്ത ഫോട്ടോ ആണിത്. അങ്ങനെ ആദ്യമായിട്ട് ദാസേട്ടന്റെ കൂടെ നിന്ന് എടുത്ത ഫോട്ടോ ആണ്. അതെ, കളിപ്പാട്ടം. ആ സ്റ്റുഡിയോന്റെ പുറത്ത് AVM-G സ്റ്റുഡിയോന്റെ പുറത്ത്. അങ്ങനെ അതില് ഞാൻ പാടിയിട്ടില്ല. പിന്നെ എനിക്ക് ഭരത് ലാൽ പാടിയിട്ടുണ്ട്. ഭരത് ലാൽ അതിൽ വേറെ ട്രാക്ക് പാടിയിട്ടുണ്ട്. പിന്നെ ഞാൻ SP വെങ്കടേഷിന്റെ ഒരു സിനിമയിൽ പാടി. അപ്പൊ അത് പാടി, അത് മറ്റേ ഇത് എന്താണ് ഭീഷ്മാചാര്യക്ക്
SP ബാലസുബ്രഹ്മണ്യത്തിന് വേണ്ടിയിട്ട് ട്രാക്ക് പാടി. SP ബാലസുബ്രഹ്മണ്യത്തിന് വേണ്ടി 1-2 ട്രാക്ക് പാടി. ഒന്ന് രവീന്ദ്രൻ മാസ്റ്റർ തന്നെ ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞ സിനിമയിൽ പാൽ നിലാവിലെ, അത് ശരിക്കും പറഞ്ഞാൽ മാഷ് എൻ്റെ വോയിസിൽ വരണം എന്ന് ആഗ്രഹിച്ച് എന്നെ കൊണ്ട് അത് സ്ട്രീറ്റ് പോലെ വെച്ചാൽ ട്രാക്ക് മാഷ് തന്നെ പാടിയിരുന്നു. മാഷ് പാടി ഒരു ദിവസം പെട്ടെന്ന് മാഷ് വന്നിട്ട് പറഞ്ഞു നമുക്കൊന്ന് സ്റ്റുഡിയോയിൽ പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റുഡിയോയിൽ പോയപ്പോൾ വേറെ മ്യൂസീഷ്യൻസ് ഒന്നുമില്ല, മാഷ് ഈ പാട്ട് പാടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു മോനൊന്ന് ഇതൊന്നും പാട്, പ്രദീപ് ഒന്ന് പാട്, നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം, ഇത് പ്രൊഡ്യൂസേഴ്സ് സമ്മതിക്കുകയാണെങ്കിൽ പ്രദീപിൻ്റെ വോയിസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്നെ കൊണ്ട് പാടിച്ചു പാട്ട്. അത് പാടി ആ സാധനം എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ പറയാം. അത് കഴിഞ്ഞിട്ട് പാട്ട് പാടി, അത് കഴിഞ്ഞ് പ്രൊഡ്യൂസർ, അന്ന് എനിക്ക് പേരൊന്നുമില്ലല്ലോ, നമുക്ക് നമ്മൾ പാടിയ കാസറ്റ് ചിലവാകുന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ മാഷ് മാക്സിമം ശ്രമിച്ചു ഇത് എന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ല, പ്രൊഡ്യൂസർ സമ്മതിച്ചില്ല. SPB ഇത് കേട്ടിട്ട് പറഞ്ഞു, SPB ആണല്ലോ ഇത് പാടിയത്, SPB പാടിയത് ഇത് ആരെ പാടിയത്, ഇപ്പം ഇന്ന ആള് എന്തിനത് മാറ്റണ, ആള് നന്നായി പാടിയിട്ടുണ്ടല്ലോ എന്ന് മാഷ് എന്നോട് പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, കാരണം അൾട്ടിമേറ്റ്ലി പ്രൊഡ്യൂസേഴ്സ്. അതെ, അങ്ങനെ ആ പാട്ട് മാഷ് എനിക്ക് വേണ്ടി അത് ശ്രമിച്ചു നോക്കി, ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ അതും എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. ആ പാട്ടും ഞാൻ പാടിയത് സ്ട്രെയിറ്റ് ആയിട്ട് പാടിയ സാധനം അതും എൻ്റെ കയ്യിലിരിക്കുന്നു. കുറെ അനുഭവങ്ങൾ അത്രേ ഉള്ളൂ. അതൊക്കെ ഇനി ആർക്കും കിട്ടില്ല, അങ്ങനത്തെ അനുഭവങ്ങൾ കിട്ടില്ല. പിന്നെ ഞാൻ പാടിയത് മറ്റേ ഭീഷ്മാചാര്യയിൽ ഒരു അടിപൊളി പാട്ടുണ്ട്. പാട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. സ്വർഗം തരരരി തര തരരരി എന്ന് പറഞ്ഞിട്ടൊരു ഫാസ്റ്റ് ആയിട്ടുള്ളൊരു പാട്ട്. അതും പിന്നെ വേറെ 2 പാട്ടും അതിൽ ദാസേട്ടന് വേണ്ടി പാടിയ മറ്റേ ഭീഷ്മാചാര്യയിലെ ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, മുറിവേറ്റ പൈങ്കിളിക്കൊരു സ്വരരാഗ കൽപ്പകത്തിൻ തളിർ കൊണ്ടുവാ. ഈ പാട്ട് ഞാൻ പാടി. പിന്നെ അതിലൊരു പറന്നു പൂങ്കുവിൽ എന്നൊരു പറഞ്ഞ പാടുന്നു. അപ്പോൾ ആ പാട്ട് പാടിയിട്ട് യൂസഫ് അലി സാറിന് ഭയങ്കര ഇഷ്ടമായി. ഇത് ആൾക്ക് കൊടുത്തുകൂടെ എന്നൊക്കെ ചോദിച്ചു. അതും അന്ന് നടന്നില്ല. അപ്പൊ ഈ 2 പാട്ടും ഞാൻ പാടിയ എൻ്റെ ട്രാക്കും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പാടിയ സാധനം എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിലെ വലിയ ഹിറ്റ് പാട്ടുകളാണല്ലേ. അതിൽ അങ്ങനെ പാടാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞോടുകൂടി അതിൻ്റെ ഇടയിൽ വലിയൊരു വേറെ സംഭവം നടന്നു. അപ്പൊ ഇങ്ങനെ സങ്കടാവുന്നുണ്ടായിരുന്നോ? സങ്കടമാവാണ്ടിരിക്കും. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും, ഈ ഒരുപാട് പേര് അങ്ങനെയൊക്കെ കുറേ നമ്മൾ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇങ്ങനെ നിൽക്കണമ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായി. ടേണിംഗ് പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോൺ കോൾ വന്നിട്ട് എൻ്റെ അവിടുത്തെ ഒരു അങ്കിൾ എന്ന് പറഞ്ഞില്ല, അച്ഛൻ്റെ ഫ്രണ്ടാണ് ഗോവിന്ദൻ എന്ന് പറഞ്ഞത്. ഈ ഗോവിന്ദൻ അങ്കിളിൻ്റെ ഒരു ഫ്രണ്ടാണ്, അവിടെ ക്ലോസ് ഫ്രണ്ടാണ് പ്രഭാകർ പർക്കാല. കേട്ടിട്ടുണ്ടോ? പിന്നെ പറക്കല പ്രഭാകരൻ, അപ്പോൾ അദ്ദേഹം ഈ ഗോവിന്ദനങ്ങളുടെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ ആ സമയത്ത് ഈ നെഹ്റു യുവ കേന്ദ്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ഒരുപാട് ഈ യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. പലർക്കും അറിയില്ല ഇങ്ങനത്തെ പരിപാടികൾ നടക്കുന്നതെന്ന്. ഒരുപാട് പേരെ പറഞ്ഞേക്കുന്നുണ്ട്, രാഷ്ട്രീയക്കാരുടെ സ്വന്തക്കാരെയും അവരൊക്കെ വിടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇദ്ദേഹം ഗോവിന്ദനങ്ങളോട് ചോദിച്ചു, ഗോവിന്ദനങ്ങളുടെ മക്കൾ ഉണ്ടല്ലോ, ഒരു മോനുണ്ട്, ആള് പോളിടെക്നിക്കിൽ പഠിക്കുകയാണ് ആ സമയത്ത്. അപ്പോൾ പറഞ്ഞു ഒരു യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ മോനെ പറഞ്ഞേക്കണമെന്ന് വെച്ചപ്പോൾ ആ സമയത്ത് അവന് പരീക്ഷയാണ്, സനൽ എന്ന പേര്. അപ്പോൾ ഗോവിന്ദനങ്ങൾ എന്നോട് ചോദിച്ചു പ്രദീപ് പോകണോ, അങ്ങനെ സംഭവം ഉണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും സംഭവം തന്നെ അറിയില്ല. അപ്പോൾ ഒരു കാര്യം, നിങ്ങൾ പോയിട്ട് ആ പ്രഭാകർ പർക്കാലെ ഒന്ന് കാണും, ആളവിടെ അപ്പോളോ ഹോസ്പിറ്റലിൽ ഒരു എന്തോ കാര്യത്തിന് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ നേരിട്ട് പ്രഭാകർ പർക്കാലെ പോയി കാണാം. അപ്പോൾ അദ്ദേഹം എന്നോട് സംസാരിച്ചു, അപ്പോൾ എവിടെ വർക്ക് ചെയ്യണം, അപ്പോൾ ഞാൻ ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യണം, ഇതിന് പോകാൻ താല്പര്യമുണ്ടോ? ജപ്പാനിലാണ്, ജപ്പാനിലൊരു എന്താ പറയുക യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ്, അപ്പോൾ അതൊരു 1 വീക്കിൻ്റെ പ്രോഗ്രാമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പറഞ്ഞു ഞാൻ നമ്പറൊക്കെ തരാം, ആളെ വിളിച്ചാൽ മതി, ഡൽഹിയിൽ എന്താ പറയുക ഗവൺമെൻറ് ഒഫീഷ്യലാണ്, യൂത്ത് ഇതിൻ്റെ മിനിസ്ട്രിയുടെ ഒരാളാണ്. അപ്പോൾ ഞാൻ ആളെ വിളിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു നിങ്ങൾ ഒരു അപ്ലിക്കേഷൻ അന്ന് ഫാക്സ് അല്ലേ ഉള്ളൂ, ഫാക്സ് ചെയ്ത് തന്നു. അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് ഞാൻ തിരിച്ച് ഫാക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക ബൈ പോസ്റ്റ് എന്തോ അയക്കണം എന്ന് പറഞ്ഞു. ബൈ പോസ്റ്റ് അയച്ചപ്പോൾ എന്ത് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ കൊറിയറാണ് ചെയ്തത്. അപ്പോൾ അത് ആ ടൈമിൽ അവിടെ കിട്ടിയില്ല. ഈ ശാസ്ത്രീയ ഭവനിൽ കൊറിയർ അന്ന് കേട്ടില്ല. അപ്പം ഞാൻ മറ്റേ സ്പീഡ് പോസ്റ്റല്ല അയച്ച കൊറിയർ. അപ്പോൾ കൊറിയർ അവിടെ കിടന്നു, എൻ്റെ അപ്ലിക്കേഷൻ അവിടെ ചെന്നില്ല. അപ്പോൾ അത് നടന്നില്ല, പ്രോഗ്രാം ഞാൻ ലേറ്റായി.
അപ്പോൾ അത് നടക്കാതെ വന്നപ്പോൾ പുള്ളി ഞാൻ ഗോവിന്ദനോട് പറഞ്ഞു, ആൾ ഈ പറക്കാലോട് പറഞ്ഞപ്പോൾ പറഞ്ഞു വേറൊരു പരിപാടി വരുന്നുണ്ട് എന്ന് പറഞ്ഞു, ആളോടൊന്ന് വരാൻ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും പോയി, പറക്കാലേനെ പോയി കണ്ടു. അപ്പോൾ പറഞ്ഞു ദർ ഇസ് അനദർ പ്രോഗ്രാം ബട്ട് ഇറ്റ്സ് ഓഫ് എ ലോങ്കർ ഡ്യൂറേഷൻ, maybe 2 months. Would you be able to take leave for that? അപ്പോൾ ഞാൻ പറഞ്ഞു I'll try. നമുക്കിപ്പോൾ നഷ്ടപ്പെടുന്നത്. അങ്ങനെ അവ പറഞ്ഞു ഇത് അങ്ങനെയല്ല, ഇത് ജപ്പാനിൽ മാത്രമല്ല, ഇതൊരു ഷിപ്പിൽ പോണ പരിപാടി. അപ്പോൾ എനിക്ക് അന്ന് മനസ്സിലായില്ല എന്ത് ഷിപ്പെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞു ഇത് ജപ്പാനിൽ മാത്രമല്ല, അത് വലിയ പരിപാടിയാണ്, 2-2.5 മാസം ലീവ് എടുക്കേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതിനും അപ്ലൈ ചെയ്തു. അതിന് പിന്നെ പ്രോപ്പറായിട്ട് അപ്ലിക്കേഷനൊക്കെ കൊടുത്ത് അതിന് എനിക്ക് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടത്തി. അവിടെ കോൺസുലേറ്റ് ഓഫ് ജപ്പാൻ ഉണ്ട് ചെന്നൈയിൽ. അങ്ങനെ എൻ്റെ ഇൻ്റർവ്യൂ പാട്ട് പാടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ അതിന് ഗുണം കിട്ടി. അപ്പോൾ ജപ്പാൻ്റെ കൾച്ചറിനെ കുറിച്ച് ഇൻട്രസ്റ്റഡ് ആണോ, അങ്ങനെ കുറേ ചോദ്യങ്ങളും അതൊക്കെ ചോദിച്ചു. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയണം, അതാണ് ബേസിക് ആയിട്ടുള്ള ഏജ് ബിറ്റ്വീൻ 20 and 30, ഇതാണ് അവരുടെ ഒരു ബേസിക് ഇത്. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയണം, പ്ലസ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അങ്ങനെയൊക്കെയുള്ള. അങ്ങനെ അവർ എന്നെ സെലക്ട് ചെയ്തു. അങ്ങനെ ഇന്ത്യയിൽ പല ദിക്കിലും ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്നെ ഇതിന്ന് സെലക്ട് ചെയ്ത് മദ്രാസിൽ നിന്ന് അവർ സെലക്ട് ചെയ്ത് നെഹ്റു യുവ കേന്ദ്രയുടെ ഭാഗമായിട്ട് എന്നെ സെലക്ട് ചെയ്തിട്ട് എന്നെ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇന്ത്യയിൽ നിന്ന് 20 പേരുണ്ടായിരുന്നു. 20 പേരിൽ പല ആൾക്കാരും എല്ലാം മോസ്റ്റ്ലി രാഷ്ട്രീയക്കാരുടെ ബന്ധക്കാരും കൂടുതൽ. ഞാൻ മാത്രം ഇതിൽ യാതൊരു ഇല്ല, എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അവരൊക്കെ ചോദിച്ചത് നിങ്ങളുടെ കാരണം എല്ലാവരുടെയും റിലേറ്റീവ്സ്. ഇപ്പൊ അതിൽ ഒരാളായിരുന്നു മാർഗരറ്റ് ആൽവയുടെ മകൻ നിഖിൽ ആൽവ. പക്ഷെ നിഖിലൊക്കെ ഭയങ്കര കഴിവുള്ള ആളായിരുന്നു. അവർ നിഖിൽ ആൽവ നീരജ് ആൽവ എന്ന് പറഞ്ഞിട്ട് അവര് മറ്റേ മിഡിടെക് എന്ന് പറഞ്ഞൊരു കമ്പനിയൊക്കെ നടത്തുന്നുണ്ട്. അവര് രാഷ്ട്രീയത്തിലേ ഇല്ല കേട്ടോ. അവര് ഈ മറ്റേ ഇന്ത്യൻ ഐഡലൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്ന അവരാ മിഡിടെക്. അവർക്ക് ഒരു ഇന്റർനാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ഡോക്യുമെന്ററീസ്. അപ്പൊ നിഖിൽ വളരെ എന്താ പറയുക ഭയങ്കര കഴിവുള്ളവരാണ്. ഒന്ന് പിയാനോ വായിക്കും, ഒരു ഫുള്ളി മീഡിയ പേഴ്സൺ ആയിരുന്നു. അന്നേ അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ പേര് എല്ലാവരും കഴിവുള്ള മലയാളികൾ. ഒരു കേശവൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു, LIC വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ നിന്ന്. പിന്നെ വേറെ മലയാളികളും. പക്ഷെ എല്ലാം പ്രൊഫഷണൽസ് ആണ്, വെരി ഗുഡ്. അപ്പൊ അവരൊക്കെ ആയിട്ട് ഇന്നും ഞാൻ വളരെ ക്ലോസ് ആണ്. ഒരു സമൃദ്ധ എന്ന് പറഞ്ഞിട്ട് കസ്റ്റംസിൽ സീനിയർ ഒഫീഷ്യലാണ്. പിന്നെ ഒരു മോണിക്ക്, ഒരു ഡോക്ടർ, അങ്ങനെ എല്ലാവരും വളരെ നല്ല നല്ല. പിന്നെ രവി ചോപ്ര എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഡൽഹിയിലാണ്, വളരെ ഇപ്പോഴും നല്ല ക്ലോസ് ആണ്. അപ്പൊ ഇവരൊക്കെ ആയിരുന്നു എൻ്റെ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷിപ്പ് ഫോർ ദ വേൾഡ് യൂത്ത് എന്നാണ് എൻ്റെ പേര്. അപ്പൊ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷിപ്പില് നമ്മൾ ജപ്പാനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദി വേൾഡ് ട്രാവൽ ചെയ്യും. ജപ്പാനിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒരുപാട് രാജ്യങ്ങളിൽ പോകും. ആദ്യം നമ്മൾ സിംഗപ്പൂർ പോകും, അവിടെ ഡിസംബാർക്ക് ചെയ്യും. പിന്നെ അവിടെ ഒരു ദിവസം കറങ്ങും. പിന്നെ അത് കഴിഞ്ഞിട്ട് പരിപാടി ചിലപ്പോൾ ഉണ്ടാവും. ഒഫീഷ്യലായിട്ടുള്ള എന്താ പറയുക ഗവൺമെന്റിന്റെ അവിടുത്തെ ഗവൺമെന്റ് പ്രോഗ്രാം ഉണ്ടാവും. അവിടുത്തെ യൂത്തുമായിട്ടുള്ള എക്സ്ചേഞ്ച് പ്രോഗ്രാം, കൾച്ചറൽ പ്രോഗ്രാംസ്. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഷിപ്പ് കയറും. പിന്നെ ഞങ്ങൾ പോയത് സിലോൺ, മറ്റേ ശ്രീലങ്കയിലാണ്. അവിടെ ഒരു 2 ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് മൊംബാസ, കെനിയയിൽ പോയി. അവിടെയും അവിടെ 3-4 ദിവസം ഉണ്ടായിരുന്നു. കെനിയയിൽ മറ്റേ ആഫ്രിക്കൻ സഫാരിയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് ഗ്രീസിലേക്കാണ്. അത് ത്രൂ സുവസ് കനാൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പുറം ഇപ്പുറം ഒരു ഷിപ്പ് 1-2 ഷിപ്പ് പോകാനുള്ള സ്ഥലമുള്ളത്. അത് മാൻമെയ്ഡാണ്. അപ്പോൾ അതിൻ്റെ ചരിത്രം. അപ്പോൾ ഈ നമ്മുടെ ബോട്ടിലേക്ക് ആൾക്കാരൊക്കെ വന്ന് കുറേ നമ്മൾ ഈജിപ്തിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. ഈജിപ്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ഈജിപ്ഷ്യനായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തരും ഷിപ്പിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഉള്ളിൽ അങ്ങനെ പോയി ഞങ്ങൾ ഗ്രീസിൽ പിറയസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി. അവിടെ ഇറങ്ങി ഗ്രീസിൽ ഒരു 3-4 ദിവസം സ്പെൻഡ് ചെയ്തു. അവിടുത്തെ ഒഫീഷ്യൽ പ്രോഗ്രാംസും സ്ഥലങ്ങൾ കാണലും ഒക്കെ ആയിട്ട് തിരിച്ച് ഷിപ്പിൽ. അപ്പോൾ ഈ സെയിൽ ചെയ്യുന്ന സമയത്ത് കടലിൻ്റെ ഉള്ളിൽ കടലിൽ കൂടെ പോകുന്ന സമയത്ത് എന്താ പ്രോഗ്രാം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പം നമ്മൾ വെറുതെ അല്ല എടുത്തിരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നു. ഡൽഹിയിൽ ഒരു 10 days ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് നിങ്ങൾ പറയേണ്ടത്, എന്ത് പറയാൻ പാടില്ല എന്നുള്ളത്. കാരണം നമ്മൾ ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്താൽ പോകുന്നത്. യു ആർ റെപ്രസെൻറ്റിങ് ഇന്ത്യ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ബാബറി മസ്ജിദും ഒക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്ന സമയത്താണ്, തകർത്ത സമയമാണ്. അപ്പോൾ നിങ്ങൾ ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്ത് പോകുന്ന അവിടെ പല ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. കാരണം ഒരു ഇൻ്റർനാഷണൽ ഇതിലേക്കാണ് നിങ്ങൾ പോണത്. ലോകത്തിൻ്റെ ഈ ഷിപ്പിൽ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാരും 400 പേര് ജാപ്പനീസാണ്, യൂത്താണ്. പിന്നെ 13 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള യുവാക്കൾ വരെയുണ്ട്.
അതിൽ ഈ 13 രാജ്യങ്ങളിൽ നിന്നുള്ളവരും എല്ലാം യൂത്താണ്. ഞങ്ങളെല്ലാവരും കൂടി ഒരു ഷിപ്പിൻ്റെ ഉള്ളിലാക്കുകയാണ്. അപ്പോൾ എന്താ ഇതിൻ്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ, ജപ്പാനിൽ ആ കാലത്ത് ഇംഗ്ലീഷ് സംസാരിക്കാൻ അവർ വളരെ മോശമാണ്. അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, തീരെ അറിയില്ല. ഇവിടുന്ന് പോകുമ്പോൾ 10-20 പേര് പോയി ഞങ്ങളവിടെ ഇറങ്ങി ഹോട്ടൽ ന്യൂ ഒട്ടാനി എന്ന് പറഞ്ഞൊരു ടോക്കിയോയിലെ ഒരു ഹോട്ടൽ താമസിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളെ സ്പ്ലിറ്റ് ചെയ്ത് ജപ്പാൻ്റെ നാട്ടും പ്രദേശങ്ങളിലേക്ക് ഞങ്ങളെ സ്പ്ലിറ്റ്, പല പല പ്രിഫെക്ചേഴ്സാണ് അവിടെ. അപ്പോൾ എന്നെ വിടുന്നത് ഞങ്ങൾ ക്യോട്ടോ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ വിട്ടത്. അങ്ങനെ അവിടെ വിട്ട് അവിടെ പോയി ഒരു ഹോം സ്റ്റേ ഉണ്ട്. ഞങ്ങളൊരു ഫാമിലിയുടെ കൂടെ, സാധാരണ ഒരു ഫാമിലിയാണ്, ഒരു ഗവൺമെൻറ് വർക്ക് ചെയ്യുന്ന ഒരാൾ, അയാളുടെ അമ്മ, അയാളുടെ അച്ഛൻ, അയാളുടെ ഗ്രാൻഡ് പാരൻസ്, അപ്പോൾ ഒരു ജാപ്പനീസ് ഫാമിലി എങ്ങനെ ജീവിക്കുന്നത് കാണാനൊക്കെ ഉള്ള. അപ്പോൾ ഞാനും പിന്നെ വേറൊരു ഇന്ത്യക്കാരൻ, ഞങ്ങളെ രണ്ടുപേരും അങ്ങനെ ഓരോ ആൾക്കാർ ഓരോ ഫാമിലിയുടെ കൂടെ ഹോം സ്റ്റേ. അപ്പോൾ അവരവരുടെ ലൈഫ്, ജാപ്പനീസ് ലൈഫ് എങ്ങനെയാണ്, കിമോണോ സെറമണി അതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അവരുടെ ഫ്രണ്ട്സിനെ നമുക്ക് പരിചയപ്പെടുത്തി തരും. അങ്ങനെ ഒരു 3-4 ദിവസം അവിടെ താമസിച്ചു. പിന്നെ ഈ ഷിപ്പിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സെമിനാർ, ഗ്രൂപ്പ് ഡിസ്കഷൻ, കൾച്ചറൽ ആക്ടിവിറ്റീസ്, ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ. ഒരു ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 7 ലെയർഡ് ആണ്, 7 ഫ്ലോറാണ്. അതിൻ്റെ ഉള്ളിൽ ഹോസ്പിറ്റലുണ്ട്, ഓഡിറ്റോറിയം ഉണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക, ഒരു സിറ്റി പോലെ അതിൻ്റെ ഉള്ളിൽ. അത്രയും വലിയ, അതിൻ്റെ പേര് നിപ്പോൺ മാറു ആണ് അതിൻ്റെ ഷിപ്പിൻ്റെ പേര്. ഒരു ഹൈടെക് ഷിപ്പ് തന്നെയാണ്. ഫുഡ് ഈ പറഞ്ഞ പോലെ പലതരം ഫുഡും അതൊക്കെ കിട്ടും. പിന്നെ ഒരു മിനിറ്റ് ഒഴിവില്ല. രാവിലെ എനിക്ക് കഴിഞ്ഞാൽ ബെല്ലടിക്കും, എനിക്ക് ഓടണം. ആ സമയത്ത് നമ്മൾ ഒരു ക്യാബിനിൽ 2-3 പേരുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരു അങ്ങനത്തെ ഒരു ഇതിൽ, പിന്നെ അതിൻ്റെ മുകളിൽ ഒരാൾ കിടന്നുറങ്ങും. ചെറിയ ക്യാബിനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യോഗ, പിന്നെ ഓട്ടം, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, പിന്നെ മ്യൂസിക് ക്ലബ്ബ്, ഡാൻസ് ക്ലബ്ബ്, കറാട്ടെ ക്ലബ്ബ്, അങ്ങനെ പല ക്ലബ്ബ്, ഏതിനു വേണം ജോയിൻ ചെയ്യാം. പിന്നെ സീരിയസ് ഡിസ്കഷൻസ്, ഇൻ്റർനാഷണൽ അഫയേഴ്സിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ്, ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ 2.5 മാസം പല രാജ്യം പോവും. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട് മറന്നുപോയി. അല്ല, ഒരു എന്താ പറയുക, നമുക്ക് നമ്മുടെ ഫാമിലി, അത് കഴിഞ്ഞ പിന്നെ ഒരു സീസിക് മറ്റേ എന്താ പറയാ, ഹോം സിക്നസ് പോലെ. വീട്ടിലേക്ക് വിളിക്കാനൊന്നും പറ്റില്ല, ലെറ്റർ എഴുതാനേ പറ്റുള്ളൂ, വിളിയൊന്നുമില്ല. കത്ത് ഓരോ പോർട്ടിൽ ഡിസംബാർക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് നമ്മൾ കത്ത് എഴുതും. ആ കത്ത് അവിടെ എത്തിയിട്ട് വേണം. എന്നാലോചിച്ച് വിളിക്കാൻ പറ്റില്ല. എങ്ങനെ വിളിക്കണം? അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ, സംഭവമില്ല. അതൊരു ഭയങ്കര എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നമുക്ക് എത്ര കാശുണ്ടെങ്കിലും അങ്ങനെ ഒരു അനുഭവം നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു. വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഒരു എന്താ പറയുക, ഡ്രീം എന്ന് പറയില്ലേ, അത് ഔട്ട് ഓഫ് ദി എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന് ചാടി കയറിയൊരു സ്വപ്നമായിരുന്നു. പക്ഷെ ആ സ്വപ്നത്തിന് റിപ്പർക്കഷൻ ഉണ്ടായി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ്, സ്വപ്നമൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. തിരിച്ച് അവിടെ എത്തി. രവീന്ദ്ര മാസ്റ്റർ ഇതിൽ ഏറ്റവും എന്നെ പ്രോത്സാഹിപ്പിച്ച രവീന്ദ്ര മാഷാണ്. കാരണം പൊക്കോളം പറഞ്ഞു വെച്ചാൽ വീട്ടിൽ ഭയങ്കര പേടി. കാരണം ഈ ജോലി, ഇത് ബിർള കമ്പനി മാർവാടികളാണ്, പണി പോകുന്നുള്ള പേടി ഉണ്ടായിരുന്നു. അപ്പോൾ അവര് എനിക്ക് ലീവ് തരുന്നില്ല. ഞാനിത് ലീവിന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഉസ്കോ ലിഖോ ഇസ്കോ ലിഖോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ബോസിന് ലെറ്ററൊക്കെ എഴുതി. എന്നിട്ട് മറ്റേ എന്താ പറയുക, ടെലക്സ് ആണ്, ടെലക്സ് ചെയ്തു. എനിക്കിങ്ങനെ ലീവ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മറുപടി ഇല്ല, തരുന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഗവൺമെന്റ് എന്നെ സെലക്ട് ചെയ്താണ്, ഞാൻ ഗവൺമെന്റ് നോമിനി ആയിട്ടാണ് പോണത്, അപ്പോൾ എനിക്ക് ലീവ് വേണം. അപ്പോൾ ലീവ് ഉണ്ട് എൻ്റെ കയ്യിൽ, പക്ഷെ ലീവ് തന്നില്ല, ഒന്നും വന്നില്ല. അപ്പോൾ ഞാൻ എന്നിട്ട് അവസാനം എഴുതി ലീവ് തരും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് വിട്ടു. എന്താ വെച്ചാൽ അപ്പോൾ മാഷ് പറഞ്ഞു, ഇപ്പോൾ ഇങ്ങനത്തെ ചാൻസ് ഒന്നും, പാട്ടും മറ്റേ പരിപാടികളൊക്കെ നടക്കും, അതിന് വന്നാലോ. പക്ഷെ ഇങ്ങനത്തെ ഇത് മാഷ്ക്ക് മനസ്സിലായി, ഇത് വലിയ സംഭവം. അങ്ങനെ മാഷാണ് എന്നെ, ഇപ്പം എൻ്റെ അച്ഛനമ്മയ്ക്കും ഭയങ്കര പേടിയായിരുന്നു. അവര് പറഞ്ഞേക്കൂ, അവനെ പറഞ്ഞേക്കൂ, ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. കാരണം ഇത് മാഷ് ഇതൊക്കെ കാണണ്ടേ. മാഷിന് നേരം വീടിന് മുമ്പിൽ താമസിക്കുന്നത്, ഈ ആപ്ലിക്കേഷൻ അയക്കലും ഫോൺ മാഷിന്റെ വീട്ടിലേ ഉള്ളൂ, ഫോണിലല്ലോ. അപ്പോൾ എല്ലാ ഫോണും കാര്യങ്ങളൊക്കെ അവിടെ ഞാൻ അവിടെ പോയിട്ട് സംസാരിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുക. മാഷു ഇതിൻ്റെ ഒരു പാർട്ടാണ് സത്യം പറഞ്ഞ. മാഷോദ ചേച്ചിയതാ മാഷിന്റെ വൈഫ്. അപ്പോൾ അവിടെ എത്ര ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഇപ്പോഴും ഞാനിങ്ങനെ ലാസ്റ്റ് കുറച്ച് കാലം മുമ്പ് ചേച്ചി കണ്ടപ്പോൾ പറഞ്ഞു, അവിടുന്ന് ഇങ്ങനെ ചേച്ചി നന്നായിട്ട് നോൺ വെജ് നന്നായിട്ട് എല്ലാം ഉണ്ടാക്കും, നന്നായിട്ട് ഉണ്ടാക്കും. അങ്ങനെ നല്ലൊരു ജീവിതമായിരുന്നു, നല്ല രസമായിരുന്നു അത്. അപ്പോൾ അങ്ങനെ മാഷായിരുന്നു ഈ കാര്യത്തിന് വേണ്ടി എന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്തത്. അങ്ങനെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചു കാലം ഇവർ മിണ്ടിയില്ല കമ്പനിക്കാര്. പിന്നെ ജോയിൻ ചെയ്തു. 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ടെർമിനേഷൻ തന്നു.
അപ്പോൾ ഒരു മാസം ശമ്പളം തന്നു, പൊക്കോളം പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെ എൻ്റെ മദ്രാസ് ജീവിതം പോയി, എല്ലാം പോയി, സിനിമാ ജീവിതം പോയി, എല്ലാം പോയി. അങ്ങനെ അവിടുന്ന് കെട്ടി ജോലി പോയി. കാരണം എൻ്റെ ബേസ് പോയി. പിന്നെ എനിക്ക് അവിടെ ജീവിക്കും, പാട്ട് ട്രാക്ക് പാടിയിട്ട് നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ജോലിയൊക്കെ തപ്പി അങ്ങനെ കേരളത്തിൽ ബ്രാഡ്മ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, ടാറ്റയുടെ. ഈ എന്താ പറയുക, ബില്ലിംഗ് മെഷീനില്ലേ, അത് അത് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അതിൽ ഞാൻ എറണാകുളത്ത് വന്നിട്ട് ഞാൻ ജോലി എടുത്തിട്ടുണ്ട് കുറച്ച് കാലം. അപ്പോൾ എറണാകുളത്ത് ഒരു വീടൊക്കെ സംഘടിപ്പിച്ച് കുറച്ച് കാലം ഈ ബില്ലിംഗ് മെഷീനിൽ മറ്റേ അത് ഈ അവിടെ മറ്റേ കടകളിലാണ് അധികം, പെട്രോൾ ബങ്ക് അവിടെയൊക്കെ. ഒരു മാസം എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ജോലി തന്നെ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഞാൻ ടീച്ചിങ് എന്നാണല്ലോ ഇവിടെ വന്നത്. ഈ സിനിമയിൽ പാടാനുള്ള ആഗ്രഹം കൊണ്ടാണ് സത്യം മദ്രാസിൽ പോയത്. ആ മദ്രാസിൽ പോയിട്ട് ഈ ജോലിയുടെ 2ാമത്തെ ദിവസം ഭയങ്കര രസകരമാണ്. ഞാൻ സെയിൽസ് എഞ്ചിനീയർ ആണല്ലോ, ഇന്ത്യ ടെലിനിക്സ്. ഞാൻ ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടെലിഫോൺ കേബിളില്ലേ, ടെലിഫോൺ കേബിൾ വിൽക്കുക, എന്നിട്ട് അതിന്റെ പൈസ വാങ്ങിക്കുക. ഇതാണ് ഞങ്ങളുടെ പണി. അപ്പോൾ എൻ്റെ ഓഫീസിൽ അത് ഗവൺമെന്റ്, മറ്റേ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ DOT ആണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോം ആണ്. പിന്നെ തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡ്, അങ്ങനെ തന്നെ വലിയ വലിയ കൂട്ടർക്കാണ് ടെലിഫോൺ കേബിളിന്റെ ആവശ്യം. അതിൽ ജെല്ലി ഫിൽ ടെലിഫോൺ കേബിൾ ഉണ്ട്, ഫൈബർ ഓപ്റ്റിക് ടെലിഫോൺ കേബിൾ ഉണ്ട്, ജസ്റ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബിർള എറിക്സൺ എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്, ബിർളയുടെ ആണത്. അപ്പോൾ വലിയ വലിയ കമ്പനി. ഞാൻ അവിടെ ട്രെയിനിങ്ങിനൊക്കെ സത്തന റേവ എന്നൊക്കെ പറഞ്ഞ മധ്യപ്രദേശിൽ പോയി ഇതിൻ്റെ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞു. എനിക്ക് എൻ്റെ അവിടുത്തെ എന്താ പറയുക ഫാക്ടറിയിലൊക്കെ, വലിയ ഫാക്ടറി അവിടെ ട്രെയിനിങ്, സെയിൽസിൽ എന്നെ കുറേ നാളിട്ടു, പിന്നെ ഫാക്ടറിയിൽ കുറച്ച് കാലം ഇട്ടു. അങ്ങനെ ഫുള്ളി നമ്മൾ എക്യുപ്ഡായിരുന്നു എന്താണ് ഈ കേബിൾ എങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ കണ്ട രസകരമായിട്ടൊരു കാര്യം പറയാം. ഈ കേബിൾ ഉണ്ടാക്കിയിട്ട് അവർ ഇത് ടെലികോം ഒഫീഷ്യൽസ് ഉണ്ടാവുമല്ലോ, ടെലികോം ഒഫീഷ്യൽസിലാണല്ലോ, ടെലികോമിലേക്കാണല്ലോ വിൽക്കുക. അപ്പോൾ ഈ കമ്പനിയിൽ തന്നെ ഒരു DOTയുടെ ഓഫീസുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോമിൻ്റെ ഒരു വലിയൊരു ഓഫീസുണ്ട്. അതിലൊരു ഒഫീഷ്യലുണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ടെലികോം കേബിള്, ഇത് രഹസ്യമാണ് കേട്ടോ, പരസ്യമായ രഹസ്യമാണ്. അപ്പോൾ ഈ കേബിൾ ഉണ്ടല്ലോ, കേബിള് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു ടെസ്റ്റ് ഉണ്ട്. കേബിൾ ഇങ്ങനെ നിർത്തി, ഇങ്ങനെ എന്താ പറയുക വെർട്ടിക്കലായിട്ട് നിർത്തിയിട്ട് മുകളിൽ നിന്ന് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിക്കുമ്പോൾ താഴത്തേക്ക് വരാൻ പാടില്ല. അതിൻ്റെ ഉള്ളിൽ ജെല്ലി ഉണ്ട്, പെട്രോളിയം ഫിൽ ജെല്ലി ഉണ്ട്. അപ്പോൾ നല്ല കേബിളാണെങ്കിൽ കേടുപാടില്ലെങ്കിൽ മുകളിൽ നിന്ന് വെള്ളം ഒഴിച്ചാൽ താഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ വരാൻ പാടില്ല, മനസ്സിലായില്ലേ? പക്ഷെ പലതിലും വരും. അവര് ഒരു സാമ്പിൾ എടുക്കുക, റാൻഡം സാമ്പിൾ എടുത്തിട്ട് ചെയ്യുക. അപ്പൊ ഇയാള് ഈ ടെലികോം ഒഫീഷ്യലും വെള്ളത്തിലായിരിക്കും അവിടെ. അപ്പൊ ടെസ്റ്റ് ഒക്കെ എഴുതി വിടും. അതുകൊണ്ടാണ് നമ്മളിവിടെ പണ്ട് കാലത്തൊക്കെ വരുന്ന കേബിളുകൾ പലരും നമ്മൾ ഹലോ ഒന്നും കേൾക്കുന്നില്ല, ഹലോ മഴക്കാലത്ത് വെള്ളത്തിന്റെ ബാക്കിയാണ്, അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറണോണ്ടാ. നല്ല കേബിളായിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ല, മനസ്സിലായില്ല? അപ്പൊ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ സംഭവം. ഞാൻ പറയാം, അതിൽ വർക്ക് ചെയ്തതിന്റെ രസകരമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ട്രെയിനിങ് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസം തന്നെ ഞാനിങ്ങനെ സുഖമായിട്ടിരിക്കുമോ, 2 ദിവസം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങാം ഫീൽഡ് എന്ന് പറയുമ്പോൾ അവിടുന്ന് എൻ്റെ ബോസ് വിളിച്ചിട്ട് കുറേ സാലെ കുത്തേന്ന് പറഞ്ഞ് കുറച്ച് ക്യാ കറായ തൂ മക്കി മാറാ എന്ന് പറഞ്ഞിട്ട് ബോസ്. അപ്പൊ ഞാനൊക്കെ ഞെട്ടി. ഞാൻ പറഞ്ഞു 2 ദിവസമല്ലേ എന്താ നീ പറഞ്ഞത്, ഇറങ്ങുന്ന് പറഞ്ഞിട്ട് ആള്. അപ്പോൾ അവിടെ തോമസ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, മലയാളി. തോമസ് അങ്ങനെ ചിരിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് മുമ്പൊക്കെ ശീലമാണ്. ആള് വേറെ കമ്പനിയിലാണ്. അപ്പൊ എന്റെ കമ്പനി എന്ന് പറയുമ്പോൾ ഇന്ത്യ ടെലിലിങ്ക്സ്, ബിർള എറിക്സൺ, അവർ യൂണിവേഴ്സൽ കേബിൾ, അത് മറ്റേ ഇലക്ട്രിക്കൽ കേബിളിന്റെ കമ്പനിയാണ്. അത് നേരത്തെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഓൾറെഡി വലിയ കമ്പനിയാണ്. അതിന്റെ ഓഫീസിലാണ് എന്നെ ഇരുത്തിയിരിക്കുന്നത്. അപ്പൊ എന്റെ ബോസ് ഇവരുടെ ബോസാണ്. പക്ഷെ ആ ബോസിന് എനിക്ക് എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അയാളുടെ കമ്പനി അല്ലത്. അയാളുടെ സ്ഥലത്ത് ഞാൻ ഒരാളേ ഉള്ളൂ. ഈ യൂണിവേഴ്സൽ കേബിൾസിൽ കുറെ പേരുണ്ട്, പക്ഷെ എന്റെ കമ്പനിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് താനായി തന്റെ കാര്യം എന്നുള്ള പോലെയാണ് ആളുടെ ഒരു ഇത്, മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നിട്ട് അപ്പൊ തെറി വന്നു. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് അന്വേഷിക്കും, ബാക്കിയുള്ള കമ്പനികൾക്ക് ഓർഡർ കൊടുത്ത് എത്രയാണെന്നൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോമിന്റെ GMന്റെ ഓഫീസിൽ പോയിട്ട് ഞാൻ നേരെ കയറി ചെന്നു. സാർ, ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ കമ്പനിയിൽ നിന്നാണ്, അപ്പോൾ എനിക്ക് ബാക്കിയുള്ള കമ്പനികൾക്ക് കൊടുത്ത ഓർഡർ കഴിയും. അപ്പൊ ആള് ഗെറ്റ് ഔട്ട്, ആള് വട്ടാണ്.
അപ്പൊ ആള് വെച്ച് ഇയാൾക്ക് എന്താ പറ്റുണ്ടോ? ഇങ്ങനെ കയറിയിട്ട് ആള് പറഞ്ഞ ആരെ എവിടെ ഞാൻ നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇതൊക്കെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ വേറെ കമ്പനികൾക്ക് കൊടുത്ത് നിങ്ങൾക്ക് എടുത്തു തരാൻ പറ്റുമോ? പോയി പണി നോക്കുന്ന പറഞ്ഞത് ആരെ തന്നെ ജോലിയിൽ കയറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായില്ല ഇത് എന്താ പറയുന്നത്. ഞാൻ തിരിച്ച് എൻ്റെ ഓഫീസിൽ വന്നിട്ട് ഭയങ്കര ആകെ വിഷമിച്ചിരിക്കുമ്പോൾ തോമസും പിന്നെ വേറൊരു രവീന്ദ്രൻ എന്ന് പറഞ്ഞ ടൈപ്പിസ്റ്റ് ഉണ്ട്. അവരുണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് വന്നു. ആകെ ഇങ്ങനെ പ്രശ്നമായി. ഞാൻ പോവാണ്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകും, എനിക്ക് വയ്യ, എനിക്ക് സെയിൽസും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ അവർ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, തോമസ് പറഞ്ഞു അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പുള്ളിയുടെ ബൈക്കിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവിടെ ഈ അതേ സ്ഥലത്തേക്ക് പോയി. എന്നിട്ട് അവിടുത്തെ ഒരു പ്യൂണിനെ വിളിച്ചു. പ്യൂണിൻ്റെ ഞാൻ എന്തോ പുള്ളി എന്നിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു 100 എടുത്ത് കൊടുക്കണം എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞാൽ പുള്ളി എന്തൊക്കെ എല്ലാ സാധനങ്ങളും എന്നിട്ട് പറഞ്ഞു ഇതിനല്ല പ്രതിഭ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് കൈക്കൂലിയല്ല. അപ്പോൾ ഇന്നല്ലാണ്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ ഇതെൻ്റെ ഒരു ശരിക്കും പറഞ്ഞ ഒരു ലൈഫിൽ വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കൈക്കൂലി കൊടുക്കുന്ന ഇങ്ങനെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു കൈക്കൂലി ഇങ്ങനെ കൊടുക്കും, അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ചിരിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ പഠിച്ചു. എൻ്റെ ജീവിതത്തിൽ വലിയ പാഠം തോമസ് പഠിപ്പിച്ചു. ഈ തോമസിൻ്റെ മോളാണ് പിന്നീട് കുറേ കാലത്തിന് ശേഷം ഞാൻ തോമസിനെ പിന്നെ കാണുന്നു. തോമസ് അബുദാബിയിലേക്ക് പോയി. വെറുതെയാണ് ഭാര്യ വിചാരം അതിൽ അഭിനയിച്ച കുട്ടിയില്ലേ തോമസിന്റെ മോള്. പിന്നെ അത് കുറെ കാലം കഴിഞ്ഞിട്ട് അറിയണത്. അങ്ങനെ തോമസ് എന്നെ എന്താ പറയുക, പുള്ളി നല്ലൊരു ആളായിട്ടൊരു മെന്റർ പോലെ തന്നെ അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് ഓടിപ്പോവുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ കുറെ കാലം പിന്നെ സെയിൽസും ഒക്കെ ആയിട്ട് നടന്ന് പിന്നെ അതിൻ്റെ പൈസ വാങ്ങിക്കലാണ്. പൈസ വാങ്ങിക്കാൻ നമ്മൾ പോണത് മുഴുവൻ കൂനൂര്, തിരുനെൽവേലി, മറ്റേ തഞ്ചാവൂരൊക്കെ ഞാൻ പോവും. പറഞ്ഞേക്കും, കമ്പനി പറഞ്ഞേക്കും. അവിടെയും ഈ പറഞ്ഞ പോലെ പൈസ കൊടുത്താലേ പൈസ കിട്ടുള്ളൂ. നമ്മൾ വാങ്ങിക്കുന്നത് 30 കോടി 40 കോടി അല്ലെങ്കിൽ എല്ലാം കോടി 70 കോടി ഒക്കെയാണ് കേബിള്. അപ്പോൾ അത് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഒരു 50,000 രൂപയോ ഈ ഒഫീഷ്യൽസിനൊക്കെ കൊടുക്കണം, എന്നാലേ അവർ ഇത് പാസ്സാക്കി തരും. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. പാട്ടിന്റെ കൂടെ വേറൊരു ബന്ധമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ജോലി പോയി. അങ്ങനെ ഇവിടെ വന്ന് പെട്ടു. അങ്ങനെ ഈ ബ്രാഡ്മേൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന IHRDയിൽ അതിൻ്റെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ അതിന് കാരണം. അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഷിപ്പ് പറഞ്ഞില്ലേ, ഷിപ്പ് പല ദിക്കിലും യാത്ര ചെയ്ത് അങ്ങനെ ബോംബെയിൽ വന്നു. ബോംബെയിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചു. ഞാൻ അച്ഛനെ വിളിച്ച് ഇങ്ങനെ ഷിപ്പ് കാണാനുള്ളൊരു പേരൻസിന് കാണാം. അത് മാത്രമല്ല എൻ്റെ കയ്യിൽ കാശും കഴിഞ്ഞിരുന്നു. അപ്പോൾ അച്ഛൻ വന്നു, ഷിപ്പിൽ വന്നു, എൻ്റെ കൂടെ ഷിപ്പൊക്കെ കണ്ടു. അതിൻ്റെ ഇടയിൽ അച്ഛൻ എനിക്ക് പൈസ തന്നു. അതിൻ്റെ ഇടയിൽ അച്ഛൻ പറഞ്ഞു, എന്താ പറയുക, അച്ഛനത് മുമ്പേ കണ്ട ആൾ, അന്ന് ജോലി പോയിട്ടില്ല. അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ഒരു എന്താ പറയുക കേരള സർക്കാരിൻ്റെ ഒരു അണ്ടർടേക്കിംഗ് ആണ് IHRD, അതിൽ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, സൈൻ ചെയ്ത് തരാൻ പറഞ്ഞു എന്നോട്. ഞാൻ അവിടെ ആ പേപ്പർ കൊടുന്നു, അതിൻ്റെ ആപ്ലിക്കേഷൻ, എന്നിട്ട് സൈൻ ചെയ്ത് കൊടുത്തു അച്ഛൻ. അങ്ങനെ അച്ഛൻ അത് അപ്ലൈ ചെയ്തു. ആ സമയത്ത് അപ്ലൈ ചെയ്ത സാധനം ഇനി ബ്രാഡ്മിൽ വർക്ക് ചെയ്യുമ്പോഴാണ് വിളിച്ചത്. അങ്ങനെ വിളിച്ച എനിക്ക് ഞാൻ അവിടെ ഇൻ്റർവ്യൂവിനൊക്കെ പോയി അത് കിട്ടി. അങ്ങനെ ഞാൻ പുതുപ്പള്ളിയിലാണ് ജോയിൻ ചെയ്തത്. IHRDയിൽ 94 ഞാൻ ജോയിൻ ചെയ്തു. 94 ജോയിൻ ചെയ്ത് അങ്ങനെ അവിടെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു വനവാസം പോലെയായിരുന്നു. എന്താ പറയുക, അവിടെ നിന്നൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒരു കാട്ടുമുക്കിൽ, പുതുപ്പള്ളി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു എന്താ പറയുക ചെറിയ സ്ഥലമാണ്, ഉമ്മൻചാണ്ടിയുടെ സ്ഥലമല്ലേ, ചെറിയൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഞാൻ എല്ലാ സിനിമാ സ്വപ്നങ്ങളും ഒക്കെ പോയി എല്ലാം ഉപേക്ഷിച്ച് ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ ലെക്ചർ ഞാൻ ആദ്യം തുടങ്ങിയത് ലെക്ചറായിട്ട്, പിന്നെ വീണ്ടും ലെക്ചറായിട്ട് അങ്ങനെ ഇരിക്കുന്നു. സിനിമാ ഇതൊക്കെ പോയി, സ്വപ്നങ്ങളൊക്കെ പോയി. അങ്ങനെ ട്രാക്കൊക്കെ പാടി വരുമായിരുന്നു. അപ്പോഴാണ് ഈ ഷിപ്പ് നടന്നതും ജോലി പോലൊക്കെ ഉണ്ടായത്. പിന്നെ കോണ്ടാക്ട് മദ്രാസും ഒക്കെ ആയിട്ടുള്ള കോണ്ടാക്ട് വല്ലപ്പോഴും വിളിക്കും, മാഷ വിളിക്കും, അങ്ങനെ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മേരി ആവാസ് സുനോ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് അല്ല ലാസ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുക, സെഗ്മെന്റ് ഈ എന്താ പറയുക ദൂരദർശനിൽ തുടങ്ങുന്നത്.